ഭാരതത്തിലെ അതിപുരാതനമായ ശ്രീ വിഷ്ണുമായ സേവാക്ഷേത്രം കരുവന്നൂർ കാരണയിൽ ദേവസ്ഥാനം. ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കിയ സന്തോഷ് ഹെയർ ടോൺ മുടികൊഴിച്ചിലും താരനും ഇല്ലാതാക്കി മുടി വളരാൻ ഫലപ്രദം. എല്ലാ പ്രമുഖ മരുന്ന് ഷോപ്പുകളിലും ലഭ്യമാണ്. ഒരു സന്തോഷ് ഫാർമസി ഉൽപ്പന്നം. കേശ സംരക്ഷണത്തിന് സന്തോഷ് ഹെയർ ടോൺ. മാന്യപേക്ഷകർക്ക് ക്യാൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് TC വിഷ്ണു നമ്പൂതിരി. തട്ടാരമ്പലം ചന്ദ്രമനയില്ലത്ത് മറ്റം വടക്ക് ദേശത്താണ് താമസം. കാട്ടുപള്ളിൽ ദേവസ്വം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള കാട്ടുപള്ളിൽ ദേവസ്വത്തിലാണ് മേൽശാന്തി ലാവണം നടത്തി വരികയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വർഷത്തെ 17/8/2024 മുതൽ 16/8/2025 വരെയുള്ള ഒരു വർഷത്തെ സമ്പൂർണ്ണ ഫലത്തെയാണ് ഇവിടെ ചിന്തിക്കുന്നത്. അപ്പോൾ ജ്യോതിഷത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സുഖദുഃഖഹരം കർമ്മ ശുഭാശുഭ മുഹൂർത്തജം ജന്മാന്തരേ തൽക്കുര്യ ഫലം തസ്യ അന്യോ അഭിവ. ശുഭമായ മുഹൂർത്തത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ല ഫലത്തെ ചെയ്യുകയും നമ്മൾ അശുഭമായ മുഹൂർത്തത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ ദുഃഖത്തെ തരുകയും ചെയ്യുന്നു. ഇത് രണ്ടും നമുക്ക് അനുഭവയോഗ്യമാക്കി തീർക്കുന്ന കാരണങ്ങളാണ്. സുഖമുണ്ടാവുന്നു, ദുഃഖമുണ്ടാവുന്നു. ഇതെന്താണ് സംഭവിക്കുന്നത്? അത് ജന്മാന്തരത്തിലും എത്ര ജന്മങ്ങൾ ചെയ്താലും ആ ജന്മത്തിലൊക്കെ ഇത് അനുഭവിക്കേണ്ടി വരിക. നമ്മുടെ വംശത്തിൽ കൂടെ നമ്മൾ പിറന്ന നമ്മുടെ വംശത്തിലൂടെ ഇത് അനുഭവിക്കേണ്ടതായിട്ടുള്ള ലക്ഷണങ്ങളാണ് ആചാര്യന്മാരിതെല്ലാം പ്രശ്നമാർഗ ആചാര്യനും വരാഹമിഹിരനും ഒക്കെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്രകാരം ഒരു വർഷത്തെ വർഷഫലത്തെയാണ് ഇന്നിവിടെ ചിന്തിക്കുന്നത്. അതിലാദ്യമായി അശ്വതി നക്ഷത്രം, മേഷ അശ്വപ്രഥമ. അപ്പോൾ അങ്ങനെ അശ്വതി നക്ഷത്രത്തിൽ പലവിധ വിഷയത്തെപ്പറ്റി അറിവുള്ളവരും ബുദ്ധിസാമർഥ്യമുള്ളവരുമാണ്. ഊർജ്ജസ്വലത അവരുടെ പ്രത്യേകതയാണ്. ഒരു കാര്യം ലക്ഷ്യമിട്ടാൽ അതെങ്ങനെയും നേടിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു സ്വഭാവ സവിശേഷത. ഈ നക്ഷത്രക്കാർക്ക് 2-ൽ വ്യാഴവും 11-ാം ഭാവത്തിൽ ശനിയും സഞ്ചരിക്കുന്ന കാലമാണ്. 2-ലെ വ്യാഴത്തെ കൊണ്ട് ഈ അശ്വതി നക്ഷത്രത്തിന് സ്ഥാന അധികാരപ്രാപ്തി, പദവി, അംഗീകാരങ്ങളും ധനലാഭങ്ങളും സാമ്പത്തികപരമായ നേട്ടങ്ങളും, അവർക്ക് ധനം കിട്ടാനുള്ളത് കിട്ടുകയും, അതുപോലെ പോലീസ്, പട്ടാളം തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ജവാന്മാർക്കും ഒക്കെ അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള പ്രമോഷൻ തുടങ്ങിയ അംഗീകാരങ്ങളെല്ലാം ലഭിക്കുന്നതിനും ഈ ഒരു വർഷക്കാലം അനുകൂലമായിട്ടാണ് കാണുന്നത്. 2025 മെയ് മാസം മുതൽ 14-ാം തീയതി അവിടെ വ്യാഴം പകരുന്നത് അവർ കുറച്ചൊന്ന് ശ്രദ്ധിക്കുകയും വേണം. അതിന് വ്യാഴപ്രീതി വരുത്തുക, തുളസി ഇല കൊണ്ട് മഹാവിഷ്ണുവിന് വിഷ്ണു സഹസ്രനാമ അർച്ചനകൾ കഴിപ്പിക്കുക, ഈ വഴിപാടുകളൊക്കെ ചെയ്യുകയും 12-ലെ രാഹുവിൻ്റെ അനിഷ്ടസ്ഥിതികൾ മാറാനായിട്ട് ശാരീരികമായിട്ടുണ്ടാവുന്ന അസ്വസ്ഥതകൾ, ദേഹപീഡകൾ, ഞരമ്പിന്, ജോയിൻസിന്, പാദങ്ങൾക്കൊക്കെ ബാധിക്കുന്ന എല്ലാവിധ ക്ലേശങ്ങളെയും മാറാൻ രാഹുവിനെ പ്രീതിപ്പെടുത്തുക, രാഹുർ പൂജ കഴിപ്പിക്കുക, രാഹുവിന് കരിങ്കൂളത്തില കൊണ്ട് അർച്ചനകളൊക്കെ കഴിപ്പിക്കുന്നതും അശ്വതി നക്ഷത്രക്കാരുടെ ഈ ഒരു വർഷത്തെ ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് സാധിക്കും. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഒന്നുകൂടെ മെച്ചപ്പെട്ട് നിൽക്കുന്നൊരു കാലഘട്ടമാണ് ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഉള്ളത്. ഇനിയും അത് പുരോഗതിയിലേക്ക് എത്താനും വരും കാലങ്ങളിലും അവർക്ക് ഗുണമുണ്ടാവുന്നൊരു നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്രം. എന്നിരുന്നാലും ഇവർക്ക് 11-ലെ ശനി 12-ലേക്ക് പകരുന്നത് 2025 മാർച്ച് 29 മുതൽ 7-ാം ശനി തുടങ്ങുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. മനസ്സറിയാത്ത കാര്യങ്ങളിൽ ചെന്നുപെടുക, മനസ്സിനെ അലട്ടുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ അവർ നേരിടേണ്ടി വരും. അതിനെ നമ്മൾ എന്തിനാണ് മുൻകൂട്ടി അറിയുക ചെയ്യുന്നത്? അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കാഠിന്യത്തെ കുറയ്ക്കുന്നതിനുള്ള ശനി ഭജനങ്ങളും ശനീശ്വര കർമ്മങ്ങളും ഒക്കെ അവർ കഴിപ്പിക്കുക, ശനി പൂജകൾ നടത്തുക. അതിലൂടെ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വരും വർഷക്കാലത്തെ എല്ലാവിധ ഗുണ അനുഭവങ്ങളും ഉണ്ടാകാനും സമ്പൽ സമൃദ്ധിക്കുമായിട്ട് ധനലാഭങ്ങളും സിദ്ധിക്കുന്നതിനുമുള്ള യോഗം കാണുന്നുണ്ട്. ഭരണി നക്ഷത്രത്തിന് കൃത്യമായ കാര്യനിർവഹണം നടത്തുന്നതിലും സ്വന്തമായ ഒരു ആജ്ഞാശക്തിയും
ആരുടെ മുമ്പിലും തലകുനിക്കാതെ ആർക്കും കീഴടങ്ങാത്തൊരു സ്വഭാവ സവിശേഷതയാണ് ഭരണി നക്ഷത്രക്കാർക്കുള്ളത്. കുടുംബ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളും ചിട്ടി പോലുള്ള സംരംഭങ്ങൾ, ഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്നൊരു കാലം കൂടിയാണ് ഇവർക്ക്. 2-ലെ വ്യാഴത്തിൻ്റെ ഗുണം അവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവർ ചെയ്യുന്ന മേഖലയിൽ നിന്ന് തന്നെ അതിൻ്റെ പുരോഗതികൾ കണ്ടെത്തും. ബിസിനസ്, കച്ചവട രംഗത്തൊക്കെ നിൽക്കുന്നവർക്ക് അവരുടേതായ പുരോഗതിയും അവർക്ക് ഗുണനിലവാരങ്ങൾ ഉണ്ടാക്കുന്നൊരു വർഷം കൂടാണിത്. കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു അഭിവൃദ്ധി ഈ വർഷം പ്രതീക്ഷയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഇവർക്ക് വന്നിട്ടുണ്ട്. ഈ ഭരണി നക്ഷത്രക്കാർക്ക് അവർക്ക് അനിഷ്ടമായിട്ട് നിൽക്കുന്നത് 12-ലെ രാഹു. ആ 12-ലെ രാഹുവിനെ കൊണ്ട് അവർക്ക് ദുർവ്യയങ്ങൾ ഉണ്ടാവുക, ചെലവുകൾ വർദ്ധിക്കുക, വരവിനെക്കാട്ടി കൂടുതൽ ചെലവുകൾ ഉണ്ടാവുക, നഷ്ടങ്ങൾ ഉണ്ടാവുക. അതിനെ പരിഹരിക്കുന്നതായിട്ട് രാഹുവിനെ ഒന്ന് പ്രീതിപ്പെടുത്തുക. രാഹുവിനെ സർപ്പ സൂക്ത മന്ത്രം കൊണ്ട് അർച്ചനകൾ കഴിപ്പിക്കുക. ശിവക്ഷേത്രത്തിൽ 108 കൂവളത്തില കൊണ്ട് ഭഗവാന് അഘോര മന്ത്രം ജപിച്ചുള്ള അർച്ചനകളൊക്കെ ചെയ്യുന്നതും ഇവർക്ക് വളരെ ഗുണത്തെ ഉണ്ടാവുകയും ചെയ്യും. അവരുടെ 11-ാം ഭാവത്തിൽ നിൽക്കുകയാണ് ശനി. അത് 12-ലേക്ക് വരുന്നു. അത് 7-ര ശനിയാണ്. ആ 7-ര ശനിക്ക് അവർ പരിഹാരമായി ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നീരാഞ്ജനാദികളും എള്ള് പായസങ്ങളും നമ്മുടെ ശക്തിക്കൊത്തവണ്ണം എള്ളെണ്ണി പാപം തീരുന്നതിനായി എള്ള് സമർപ്പിക്കുന്നതുമൊക്കെ ഇവർക്ക് വളരെയധികം ഗുണങ്ങളുണ്ടാക്കുന്ന ഒരു കാലഘട്ടം കൂടാണിത്. അപ്പോൾ ഈ സൂക്ഷിക്കേണ്ട കാലയളവ് 2025 മെയ് മാസം മുതൽ ഇവരുടെ വ്യാഴം 3-ാം ഭാവത്തിലേക്ക് പോകുമ്പോൾ മുറവിളി കൂട്ടാം. ഓരോ ടെൻഷനുകൾ, മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ വരാം. കലാ സാഹിത്യ രംഗത്തൊക്കെ സ്ഥിതി ചെയ്യുന്നവർക്കും അവർക്ക് പ്രശംസി പത്രം, അംഗീകാരം ഉണ്ടാകുന്നതിനും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ നല്ല മാർക്ക് മേടിക്കാനും അവർക്ക് പരീക്ഷകളിൽ, മത്സര പരീക്ഷകളിൽ വിജയിക്കാനുമുള്ള സാഹചര്യമുണ്ട്. ഇതിനെല്ലാം ഈ കാലഘട്ടം അവർക്ക് അനുകൂലമായി കാണുന്നു. ഭരണി നക്ഷത്രത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ ഒരു വർഷക്കാലം നന്നായി കാണുന്നുണ്ട്. കാർത്തിക നക്ഷത്രം മേടക്കൂറുകാരും ഇടവക്കൂറിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. സാമൂഹികമായി ധർമ്മബോധമുള്ളവരാണ് ഇവരുടെ പ്രത്യേകത. സത്യസന്ധത, സ്നേഹിതന്മാരുമായി ഇടപഴകുന്നതും ആഗ്രഹിക്കുന്നവരാണ്. വളരെ സന്തോഷത്തോടെ പെരുമാറാൻ സാധിക്കുന്നവരും കൂട്ടുകാരുടെ മനസ്സിൽ നല്ല അഭിപ്രായത്തെ സൃഷ്ടിക്കാൻ കഴിവുള്ളതുമാണ് ഇവരുടെ ഒരു പ്രത്യേക നേട്ടം. ഈ കാർത്തിക നക്ഷത്രക്കാർ മേടക്കൂറുകാർക്ക് 11-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുകയും 2-ൽ വ്യാഴവും 12-ൽ രാഹുവും സ്ഥിതി ചെയ്യുന്ന കാലഘട്ടമാകയാൽ 2-ലെ വ്യാഴത്തെ കൊണ്ട് അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള എല്ലാവിധ ഗുണങ്ങളും സാമ്പത്തികപരമായ നേട്ടങ്ങളും നല്ല വാക്കും വൈഭവങ്ങളും അറിവുകൾ, പുതിയ പുതിയ വിഷയങ്ങളെപ്പറ്റി പഠിക്കാൻ പറ്റിയും വിദ്യാർത്ഥി വിഭാഗത്തിൽപ്പെട്ടവർക്ക് തന്നെ ഉന്നത പഠനത്തിനായിട്ട് വിദേശത്തേക്ക് പോയി പഠിക്കാനും അതിന് തടസ്സമായി നിൽക്കുന്നവരൊക്കെ ഈ വരുന്ന കാലഘട്ടം ഇവർക്ക് അതിന് പ്രയോജനപ്പെടുത്താവുന്ന വർഷമായി കാണുന്നു. മാത്രവുമല്ല, 7-ര ശനി ഇപ്പം 2025 മാർച്ച് 29 കാർത്തിക നക്ഷത്രക്കാർക്ക് ഏൽക്കുന്നതാണ്. അതിന് ശനീശ്വര ഭജനങ്ങളും നല്ലെണ്ണ തേച്ച് കുളിക്കുക, എള്ള് കാക്കയ്ക്ക് ഹവിസിനകത്തിലോ നമ്മുടെ ചോറിനകത്തിൽ തന്നെ കുറച്ച് എള്ളിട്ട് കാക്കയ്ക്ക് കൊടുക്കുന്നതുമൊക്കെ ഈ ശനിദോഷത്തിന് ഏറ്റവും നല്ലൊരു പരിഹാരവുമാണ്. അത് ഋഷീശ്വരന്മാരാൽ അനുഗ്രഹീതമായിട്ടുള്ള കാർത്തിക നക്ഷത്രത്തിന് ഇവരുടെ ഷെയർ ഹോൾഡേഴ്സുകളായിട്ടുള്ള ഓഹരി വിപണിയിൽ ധനം നിക്ഷേപിച്ചിട്ടുള്ളവരും അവർക്ക് ധനം പ്രോഫിറ്റായി കിട്ടുന്നതിനുമൊക്കെ ഈ ഒരു കാലഘട്ടം അനുകൂലമായി കാണുന്നുണ്ട്. സമൂഹത്തിൽ ജനങ്ങളുമായി ഇടപഴകുന്ന കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള ഇടവക്കൂറുകാർക്ക്, ആ ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ സഞ്ചരിക്കുന്ന കണ്ടകശനിയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അവർക്ക് കർമ്മസ്ഥാനത്ത് സ്ഥാനചലനം, തൊഴിലിൽ നിന്ന് സ്ഥാനചലനങ്ങളുണ്ടാവുക,
തൊഴിൽ നഷ്ടപ്പെടുക, എന്നിട്ട് ഒരു തൊഴിലിലേക്ക് കയറുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും വരാൻ പോകുന്നതും ഇവരുടെ കണ്ടകശനി മാറി കണ്ടകശനിയിൽ നിന്ന് മുക്തരാകാൻ പോവുകയാണ് ഇവർ. അത് ഈ 2025 മാർച്ച് 29 ഇവരെ 2.5 വർഷമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശനിയുടെ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഇവർക്ക് നല്ലവിധ വ്യാഴക്ഷേത്രത്തിലേക്ക് ശനി വരുന്നത് കൊണ്ടും അംഗീകാരം, ധനപരമായ നേട്ടം എന്നിവിധ ഗുണഫലങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാർത്തിക നക്ഷത്രത്തിന് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവാൻ ഈ ഒരു കാലഘട്ടം നമുക്ക് അനുകൂലമാണ്. വരുന്ന 2025 മാർച്ച് മെയ് മാസം 14 ശേഷം വ്യാഴത്തിൻ്റെ പകർച്ച ഇവർ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. മഹാവിഷ്ണു ഭജനങ്ങളും ഗുരുവായൂർ, തിരുപ്പതി പുണ്യക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുകയും അവരുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നതിനായിട്ട് മഹാവിഷ്ണുവിനെ ഭജിക്കുന്നതിലൂടെ ഈ ദോഷങ്ങളൊക്കെ മുക്തിയാവുകയും അവർ മനസ്സിൽ കുറേ നാളായി കരുതി വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാകാനും കൂടെ പറ്റിയൊരു കാലവർഷമായി കാർത്തിക നക്ഷത്രത്തിനെ കാണുന്നുണ്ട്. രോഹിണി നക്ഷത്രം ഇടവം കൂറിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ്. എവിടെയും പ്രകാശിക്കുന്നതും എല്ലാ കാര്യങ്ങളും ഇറങ്ങിച്ചെന്ന് നേടിയെടുക്കാൻ കഴിവുള്ളവരാണ് രോഹിണി നക്ഷത്രക്കാർ. മനസ്സിലൊരു കാര്യം ഉദ്ദേശിച്ചാൽ അത് സാധിക്കാതെ പിന്മാറുന്ന സ്വഭാവം ഇവർക്കില്ല. അമ്മമാരാൽ അനുഗ്രഹീതമായിട്ടുള്ള ഒരു നക്ഷത്രവും കൂടിയാണ് രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രത്തിന് ഇപ്പോൾ ജന്മത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യും. അതുകൊണ്ട് ഇവർക്ക് ദേഹപുഷ്ടി, ശാരീരികമായ സുഖ അവസ്ഥകളും എന്നാൽ മനസ്സിനെ ചില സമയങ്ങളിൽ വിഷമിപ്പിക്കുന്നതായ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും സന്താനങ്ങളെപ്പറ്റി ഉള്ള ക്ലേശങ്ങൾ, മക്കളുടെ ഭാവിയെപ്പറ്റിയും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നൊരു സന്ദർഭം കൂടാണ്. 10ൽ ശനി സഞ്ചരിക്കുന്നത് കൊണ്ട് വിദേശത്ത് സ്വദേശത്തും ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിയിൽ സാലറിപരമായി ഉയർച്ച ഉണ്ടാവുന്നതിനും നല്ല ജോലിയിലേക്ക് മാറ്റം സംഭവിക്കുന്നതിനുമുള്ള ഒരു കാലഘട്ടം കൂടാണ് രോഹിണി നക്ഷത്രത്തിന് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. 11ലെ രാഹുവിനെ കൊണ്ട് ഇവരുടെ കടബാധ്യതകൾ, ചില ബാധ്യതകൾ എടുത്തു വെക്കുകയും ആ ബാധ്യത പരിഹരിക്കപ്പെടാൻ ഒരു സൊല്യൂഷൻ കിട്ടാതെ വഴി മുറ്റി നിൽക്കുന്ന ഇവർക്ക് 2025 മെയ് മാസം 14 ശേഷം ധനപരമായി കുറച്ചുകൂടെ അഭിവൃദ്ധി ഉണ്ടാവുകയും സാമ്പത്തിക പുരോഗതിയിലേക്ക് എത്തുന്നതിനും അനുകൂലമായിട്ടുള്ള ഒരു കാലവർഷമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പുരോഗതിയെ മെച്ചപ്പെടുത്താനായും എല്ലാ മേഖലയിലുള്ളവരും, കാർഷിക രംഗത്തുള്ളവർ, കർഷകർക്ക് അവരുടെ ധനപരമായ ഉയർച്ച ഉണ്ടാകുന്നതിനും, അതുപോലെ നമ്മുടെ സാധാരണപ്പെട്ട വാഹന ഉടമകൾക്ക്, റെൻ്റ് കാർ നടത്തുന്നവർ, ഇവർക്കുമൊക്കെ പുരോഗതി ഉണ്ടാകുന്നൊരു കാലഘട്ടം കൂടാണ് വരാൻ പോകുന്നത്. അതിലുപരി ആശുപത്രി ഡോക്ടേഴ്സുമാർ, അവർക്കൊക്കെ അവരുടെ കർമ്മപഥത്തിൽ കൂടുതൽ സംതൃപ്തി ഉണ്ടാകുകയും അവർ ചെയ്യുന്ന കാര്യങ്ങളിലുണ്ടാവുന്ന വിജയങ്ങളും അവർക്ക് സ്വന്തമായി തന്നെ അഭിമാനം കൊള്ളുന്നൊരു കാലഘട്ടം കൂടായിട്ടാണ് രോഹിണി നക്ഷത്രത്തിന് ഫലം വന്നിരിക്കുന്നത്. ആ രോഹിണിക്ക് അനുകൂലമായ ഫലങ്ങൾ കിട്ടുന്നതിന് വേണ്ടി ഇവരുടെ ദശാനാഥനായ ചന്ദ്രഭഗവാനെ പ്രീതിപ്പെടുത്തുക, പൗർണമി ദിവസം ഭഗവതി സേവ, അതുപോലെ ലളിതാ സഹസ്രനാമ ജപം കൊണ്ടുള്ള അർച്ചനകൾ, വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് കഴിപ്പിക്കുന്നതും, ചന്ദ്രന് വെളുത്ത പട്ട് സമർപ്പിക്കുന്നതും ഇവരുടെ നക്ഷത്രദോഷങ്ങളുടെ പരിഹാരമായി വരുന്നതും. കണ്ടകശനി 10ലുണ്ടെങ്കിലും 2025 മാർച്ച് 29 ഇവർക്ക് കണ്ടകശനി മാറുന്നതും ഇവരെ ബാധിച്ചിരിക്കുന്നതായ എല്ലാ
പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകുന്ന ഒരു കാലമായിട്ടാണ് രോഹിണി നക്ഷത്രത്തിന് ഫലം കിട്ടിയിരിക്കുന്നത്. അപ്പം അത് എത്രയും പെട്ടെന്ന് ഇവർക്ക് അനുകൂലമാവുകയും വരാൻ പോകുന്ന വർഷത്തിൽ ഇവർക്ക് കുറച്ചുകൂടെ എല്ലാവിധ ഉദ്ദിഷ്ട കാര്യങ്ങളും സാധിക്കുന്നതിനോടുള്ള ആ ദശാകാലം അവരുടെ ജാതകവും ഇതിനെ സംബന്ധിച്ച് നിൽക്കുന്ന വിഷയങ്ങളാണ്. അപ്പം അതിലേക്ക് എത്തുകയും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക്, അവിടെ ജോലിയിൽ പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നവർക്ക് ജോലി തുടർച്ചയായി തന്നെ സേവനം അനുഷ്ഠിക്കാനുള്ള ഒരു വകുപ്പും കൂടെ ഈ വ്യാഴമാറ്റം ഇവർക്ക് അനുകൂലമായിട്ട് കാണിക്കുന്നുണ്ട്. മകീരം നക്ഷത്രം ഇടവക്കൂറുകാർക്ക് എല്ലാ കാര്യങ്ങൾക്കും ആത്മാർത്ഥതയുള്ളവരും മറ്റുള്ളവരെ ഉള്ളു തുറന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നത് ഇവരുടെ ഒരു സ്വഭാവ സവിശേഷതയാണ്. മകീരം നക്ഷത്രം പ്രത്യേകത എല്ലാ കാര്യത്തിലും ആത്മാർത്ഥതയും ചെയ്യുന്നതിൽ പൂർണ്ണമായ അർപ്പണ മനോഭാവവും ഉള്ളവരാണ് മകീരം നക്ഷത്രക്കാർ. മറ്റുള്ളവരെ ഉള്ളു തുറന്ന് സ്നേഹിക്കുകയും സ്വന്തം കൂടപ്പറപ്പുകളെയും സൗഹൃദങ്ങൾക്കും അനേകം വിലമതിക്കുന്നവരാണ് മകീരം നക്ഷത്രക്കാർ. ജന്മത്തിൽ വ്യാഴവും 10ൽ ശനിയും 11ാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലഘട്ടമായ ഇടവക്കൂറിലെ മകീരം നക്ഷത്രക്കാർക്ക് അവരുടെ കർമ്മ പുരോഗതിയും ശാരീരികവും മാനസികവുമായ കാര്യങ്ങളിലുണ്ടാവുന്ന സന്തോഷങ്ങളും കുടുംബജീവിതം, വിവാഹാദി കാര്യങ്ങൾ നടക്കാൻ താമസപ്പെട്ട് നിൽക്കുന്നവർക്ക് വിവാഹ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ സാധിക്കുകയും ഡൈവോഴ്സ് സംബന്ധമായിട്ടുള്ള കേസുകളിൽപ്പെട്ട് മാനസികമായി ബുദ്ധിമുട്ടുന്നവർക്ക് പരിഹാരമുണ്ടാവാനും പറ്റിയൊരു കാലവർഷമാണ് നടക്കുന്നത്. കണ്ടകശനി ഇവരെ 2025 മാർച്ച് 29 മാറുകയും രാഹു ഇവരുടെ 10ാം ഭാവത്തിലേക്ക് വരുമ്പം വിദേശത്തേക്ക് പോയുള്ള കർമ്മമേഖല സ്വീകരിക്കാനും വിദേശത്ത് പഠനത്തിനായി പോകുന്നതിനും അനുകൂലമായൊരു കാലവർഷമായാണ് ഇവർക്ക് കാണുന്നത് മകീരം നക്ഷത്രത്തിന്. അതിൽ തന്നെ മകീരം മിഥുനക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കണം. അവരുടെ 12ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതിനാൽ അവർക്ക് മനസ്സറിയാതെ ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാവുകയും അവർ എന്ത് ചെയ്തിട്ടും അതിനൊരു ഫലമില്ലാത്തൊരവസ്ഥയിൽ വിഷമിക്കുന്നതുമാണ് മകീരം മിഥുനക്കൂറുകാർ. അവർ വിഷമിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയില്ല. 2025 മെയ് മാസം 14 ശേഷം ഇവർക്ക് വ്യാഴം അനുകൂലമായിട്ട് വരികയും ഈ മിഥുനക്കൂറിൽപ്പെട്ട മകീരം നക്ഷത്രക്കാർക്ക് അവരുടെ വളരെ കാലം കൊണ്ടുള്ള ആഗ്രഹങ്ങൾ സഫലീകരിക്കാനും സിനിമ, കല, സാഹിത്യ രംഗത്ത് നിൽക്കുന്നവരും അഭിനേതാക്കൾക്കും അവരുടെ നല്ല കഥാപാത്രങ്ങളെ കിട്ടുന്നതിനും അവർക്ക് നല്ല കഥകൾ രചിക്കാനും പറ്റിയൊരു കാലഘട്ടമായിട്ടാണ് വരാൻ പോകുന്ന വർഷത്തെ സൂചിപ്പിക്കുന്നത്. മകീരം നക്ഷത്രം മിഥുനക്കൂറുകാർ അവർക്ക് 4ാം ഭാവത്തിൽ കേതു സ്ഥിതി ചെയ്യുന്നതിനാൽ ഗ്രഹ അന്തരീക്ഷം അത്ര സുഖകരമായി വരുന്നില്ല. ഗ്രഹത്തിൽ പല ബുദ്ധിമുട്ടുകളും മാനസിക സംഘർഷങ്ങളും വീട്ടിലോട്ട് വന്നു കഴിയുമ്പോൾ ഉണ്ടാവുന്ന മനക്ലേശങ്ങളും അവരെ അലട്ടുന്നു. അതിനവർ ചെയ്യേണ്ടതായിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുകയും മുരുകന് 21 നാരങ്ങ കൊണ്ട് മാല ചാർത്തുകയും ഷഷ്ടി ദിവസത്തിൽ ചുമന്ന പൂക്കൾ കൊണ്ട് കുമാരസൂക്തം കൊണ്ട് അർച്ചനകൾ കഴിപ്പിക്കുകയും പഞ്ചാമൃതം വഴിപാടുകളും ഒക്കെ ചെയ്യുന്നതിലൂടെ അവരുടെ ഈ ദോഷകാലങ്ങളൊക്കെ മാറി ഗുണഫലങ്ങൾ അനുഭവിക്കുന്നതിനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. മകീരം ഇടവക്കൂറുകാർക്ക് ധനപരമായ നേട്ടം ഈ വ്യാഴമാറ്റം നൽകുന്നുണ്ട്. അത് ഈ 2025 മെയ് 14 ശേഷമാണ് അനുകൂലമാകുന്നത്. ഇപ്പോഴും അവരുടെ കാലഘട്ടം അനുകൂലമാണ്. മുൻ വർഷത്തെക്കാട്ടിലും കുറച്ച് മെച്ചത്തോടുകൂടി വരികയാണ് മകീരം നക്ഷത്രത്തിൻ്റെ പൊതുവായ രാശിഫലം. തിരുവാതിര നക്ഷത്രം മിഥുനൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമായവർക്ക് ഉത്സാഹശീലരാണിവർ. ചിന്തിക്കാതെ പെട്ടെന്ന് പ്രവർത്തിക്കുന്നവർ, ഫലിതരസത്തോടുകൂടി നല്ല വാക്കുകൾ പറയുകയും എന്തിനേയും തുറന്ന മനസ്സോടുകൂടി സ്വാഗതം ചെയ്യുന്നതുമാണ് തിരുവാതിര നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകൾ. ഈ നക്ഷത്രക്കാർക്ക് 9ൽ ശനിയും 12ൽ വ്യാഴവും കർമ്മഭാവമായ 10ൽ രാഹുവും സ്ഥിതി ചെയ്യുന്ന കാലഘട്ടമാണ്. സാമ്പത്തികപരമായ നഷ്ടങ്ങൾ, വരവ് ചെലവുകൾ ഇത് ബാലൻസ് ചെയ്യാൻ പറ്റാതെ കടബാധ്യതകളും മറ്റ് ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ച് വളരെ വിഷമാവസ്ഥയിലിരിക്കുന്നവർക്ക് ഈ വരും വർഷത്തിൽ തന്നെ വ്യാഴത്തിൻ്റെ പകർച്ച ഇവരെ
നല്ലൊരു അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്നതാണ്. 2025 മെയ് മാസം 14 വ്യാഴത്തിൻ്റെ പകർച്ച ഇവർക്ക് ജന്മത്തിലേക്ക് വരികയും പെട്ടെന്നൊരു സൗഭാഗ്യം ഇവർക്ക് ഉണ്ടാവുകയും അതിനുള്ള ഈശ്വര ഭജനങ്ങൾ ഇവർ ചെയ്യുകയാണ് വേണ്ടത്. രാഹുവാണ് ഇവരുടെ ദശാനാഥൻ. അപ്പം രാഹുവിനെ സന്തോഷിപ്പിക്കുക, സർപ്പക്കാവിൽ പോവുക, സർപ്പങ്ങൾക്ക് നാരങ്ങ വിളക്ക് കത്തിക്കുക, അവിടെ കാവിൽ പോയി വിളക്ക് കത്തിക്കുക, നാഗഭജനം, പെട്ടിക്കോട്ട്, മണ്ണാർശാല, അവരടുത്ത കാവുകളിലൊക്കെ പോയി വഴിപാടുകൾ ചെയ്യുന്നതും ഇവർക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും. ഗൃഹാരംഭങ്ങൾ, വീട് പണി, മറ്റ് സംരംഭങ്ങൾ, ബിസിനസ് കാര്യങ്ങൾ, കോൺട്രാക്ടർ, എഞ്ചിനീയർ മേഖലയിൽ നിൽക്കുന്നവർക്ക്, ആർക്കിടെക്റ്റുമാർക്ക് അവർക്ക് പുതിയ പുതിയ വർക്കുകൾ കിട്ടുന്നതിനും അവർക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു തടസ്സത്തെയും സ്തംഭനാവസ്ഥയും പരിഹരിച്ചുകൊണ്ട് പൂർവാധികം ശക്തിയായി ഇവർ മുന്നേറാൻ പോകുന്ന ഒരു കാലഘട്ടം കൂടാണ് ഇനി വരാൻ പോകുന്നത്. വരുന്ന 2 വർഷക്കാലത്തേക്കും ഈ ഒരവസ്ഥയൊന്ന് തരണം ചെയ്താൽ അവർ നല്ല മെച്ചസ്ഥിതിയിലേക്ക് എത്താൻ സാധ്യതയുള്ള നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർ. ആ തിരുവാതിരയ്ക്ക് 10ലെ രാഹുവാണ്. കർമ്മ തടസ്സങ്ങളുണ്ടാവും, ജോലിക്ക് വിഘ്നങ്ങളുണ്ടാവും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രയത്നിച്ചിട്ടും ആവശ്യ സമയത്ത് അവർക്ക് വേണ്ടുന്ന പോലെ ആ ഓർമ്മ കിട്ടാതെ വരികയും പഠനത്തിൽ താഴേക്ക് പോവുകയും ചെയ്യുന്നവർ വിഷമിക്കേണ്ട. അവർക്ക് ഈ വരുന്ന കാലയളവിൽ മാർച്ച്, അതായത് വരുന്ന ആ മാറ്റത്തോടുകൂടി മെയ് 14 ശേഷം ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുകയും വിദ്യാർത്ഥികളും തൊഴിൽപരമായിട്ടുള്ളവരും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ വളരെ ഗുണനിലവാരം ഉണ്ടാക്കുന്ന ഒരു സമയമായിട്ടാണ് തിരുവാതിര നക്ഷത്രക്കാരെ കാണുന്നത്. അവർ ഈ പറഞ്ഞ വഴിപാടുകൾ, രാഹുവിനെ പ്രീതിപ്പെടുത്തുക, അവരുടെ ദശാനാഥനായിട്ടുള്ള സർപ്പഭജനങ്ങൾ ചെയ്യുക, രാഹുർ പൂജ, നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹുവിന് പൂജകൾ കഴിക്കുക, ഞായറാഴ്ച ദിവസം കറുത്ത പട്ട് രാഹുവിനെ പ്രസാദിക്കാനായിട്ട് സമർപ്പിക്കുന്നതുമൊക്കെ ഇവരുടെ ദോഷഫലങ്ങൾ കുറയുകയും തിരുവാതിര നക്ഷത്രത്തിന് ഈ വരുന്ന വർഷക്കാലം ഗുണകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ ഉള്ള വിഷമങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതുമാണ്. പുണർതം നക്ഷത്രക്കാർ ധനപരമായി മെച്ചപ്പെടുകയും അവരുടെ ജനനത്തോടുകൂടി തന്നെ കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നൊരു നക്ഷത്രം കൂടാണ് പുണർതം നക്ഷത്രക്കാർ. നല്ല ഓർമ്മശക്തിയും ഉദാര ഹൃദയ വിശാല മനസ്കതയും എല്ലാത്തിനും തൻ്റേതായ വ്യക്തമായ ഒരഭിപ്രായവും ഉള്ളവരാണ് പുണർതം നക്ഷത്രത്തിൻ്റെ സവിശേഷതകൾ. അതിൽ മിഥുനക്കൂറ് നക്ഷത്രമായ പുണർതത്തിന് 12ൽ വ്യാഴവും ധനപരമായ നഷ്ടങ്ങൾ, ദുർവ്യയങ്ങൾ ഉണ്ടാവുക, മാനസിക ക്ലേശങ്ങൾ വരുത്തുന്നുണ്ട്. 10ലെ രാഹുവിനെ കൊണ്ട് തൊഴിൽ തടസ്സങ്ങൾ, വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക് പഠനത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു. 9ൽ ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ഇവർക്ക് അനുഭവിക്കുന്ന ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും അതിജീവിക്കാൻ പറ്റുന്നൊരു കാലഘട്ടം കൂടാണ് വരാൻ പോകുന്നത്. ഈ അവസ്ഥ 2025 മെയ് 14 ശേഷം പുണർതം മിഥുനക്കൂറുകാർക്ക് അനുകൂലമായ ഒരു ഫലം നൽകുന്നു. അവർക്ക് രാഹു കർമ്മത്തിൽ നിന്ന് മാറി ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നു. അത് മാതാപിതാക്കൾക്ക് ക്ലേശത്തെ ഉണ്ടാക്കാം. മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുകൾ, അവർക്കുള്ള രോഗ ദുരിതങ്ങളെയൊക്കെ ശമിപ്പിക്കേണ്ടതായിട്ടുണ്ടവർ. അതിനുവേണ്ടി മഹാവിഷ്ണുവാണ് ഇവരുടെ ദശാനാഥൻ. വിഷ്ണുവിനെ ഭജിക്കുകയും മഞ്ഞപ്പട്ട്, താമരപ്പൂ, അതുപോലെ തന്നെ വിഷ്ണുപൂജ തുടങ്ങിയ ചെറിയ പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ തന്നെ ഇവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് പുണർതം മിഥുനക്കൂറുകാർക്ക് മെച്ചമുണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ അനുഭവിക്കുന്ന വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹരിച്ച് 2025 മെയ് 14 ശേഷം ഇവർക്ക് വ്യാഴം അനുകൂലമാവുന്നതോടുകൂടി ഗുണകരമായ നേട്ടങ്ങൾ പുണർതം മിഥുനക്കൂറുകാരെ കാത്തിരിക്കുകയാണ്. എന്നാൽ ഈ പുണർതം നക്ഷത്രത്തിൽ തന്നെ കർക്കിടകക്കൂറുകാർക്ക് ഇപ്പോൾ വ്യാഴം അനുകൂല ഭാവത്തിൽ 11ൽ സ്ഥിതി ചെയ്യുകയും, അതായത് കർക്കിടകൻ രാശിയിലെ പുണർതക്കൂറുകാർക്ക്, പുണർ നക്ഷത്രത്തിൽ സ്ഥിതി ചെയ്യുന്നവർക്ക് സർവാഭീഷ്ടങ്ങളും സാധിക്കുന്ന ഒരു വർഷമാണ് ഈ കാലഘട്ടം. കഴിഞ്ഞ 2023 മെയ് തൊട്ട് 2024 മെയ് 2025 മെയ് വരെയും കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം നക്ഷത്രത്തിന് സർവ്വവിധ ആനുകൂല്യങ്ങൾ ലഭിക്കാനും ക്യാമ്പസ് സെലക്ഷൻ കിട്ടാനും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് മേഖലയിലും മത്സരത്തിലും പ്രസൻറ്റേഷൻ ചെയ്യുന്നതിനും അവർക്ക് ഉന്നതമായ പദവിയിലേക്ക് എത്തുന്നതിനും
അവർ വളരെ കാലം കൊണ്ട് ആഗ്രഹിച്ച പല സംരംഭങ്ങളും നടപ്പിലാക്കി കിട്ടുന്നൊരു കാലവർഷമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന 2024 മെയ് 25 മെയ് വരെയും പുണർദം നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള കർക്കിടകക്കൂറിൽപ്പെട്ടവർക്ക് ഏറ്റവും നേട്ടഫലങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. വീട്, വസ്തു ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഭൂമി വാങ്ങാനും കൂടെ പറ്റിയ കാലഘട്ടമാണ്. IT മേഖലയിൽ സ്ഥിതി ചെയ്യുന്നവർക്ക് അവരുടെ മനസ്സിൽ ആഗ്രഹിച്ച പോലെ സ്വന്തമായൊരു ഭവനം മേടിക്കാനും അവർ സെറ്റിലാവാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കും ഈ വർഷം ഇവർക്ക് അനുകൂലമാണ്. അത് 2025 മെയ്ക്ക് മുമ്പായിട്ട് തന്നെ സാധിച്ചെടുക്കണം. അത് കഴിയുമ്പോൾ സാമ്പത്തികപരമായ പല ബുദ്ധിമുട്ടുകൾ ഇവർക്കുണ്ടാവാം. പിന്നീട് ഒരു വർഷത്തേക്ക് ചില നഷ്ടങ്ങൾ, വ്യയങ്ങളൊക്കെ ഉണ്ടാവാം. അതൊക്കെ നല്ലൊരു കാര്യത്തിന് വേണ്ടി ഇവർ മുടക്കി കഴിയുമ്പോൾ ഇവർക്ക് വിഷമാവസ്ഥയിൽ നിന്നും തരണം ചെയ്യാൻ സാധിക്കും. അതിന് ഇവരുടെ ദശാനാഥനായിട്ടുള്ള പുണർദം നക്ഷത്രത്തിൻ്റെ മഹാവിഷ്ണുവിനെ ഭജിക്കുകയും വെങ്കിടാചലപതി മന്ത്രം കൊണ്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ അർച്ചനകൾ കഴിപ്പിക്കുകയും ഭഗവാന് തൃക്കൈവെണ്ണ വഴിപാടായി കഴിപ്പിക്കുന്നതും അവല് നിവേദ്യം നടത്തുന്നതും ഇവരുടെ ദോഷഫലങ്ങളെ കുറയ്ക്കുകയും ഇവർക്ക് നല്ലൊരു മുന്നേറ്റം ഉണ്ടാകാനും അവരാഗ്രഹിക്കുന്ന പോലെ ജീവിതം കൈപ്പിടിയിൽ ഒതുങ്ങാനും സാധിക്കുന്നതുമാണ് പുണർദം നക്ഷത്രത്തിൻ്റെ കർക്കിടകക്കൂറുകാരുടെ ഫലം. പൂയം നക്ഷത്രം അഭിമാനിയും ദീർഘായുസ്സും രത്ന സ്വർണ്ണ ആഭരണങ്ങളിൽ താല്പര്യമുള്ളവരും ശരണാഗതരെ രക്ഷിക്കുന്നവരും പ്രയത്നശീലതയുമാണ് ഇവരുടെ പ്രത്യേകത. കർക്കിടകക്കൂറിൽപ്പെട്ട പൂയം നക്ഷത്രത്തിന് 11-ൽ വ്യാഴം സ്ഥിതി ചെയ്യുകയും അഷ്ടമത്തിലെ ശനിയും 9-ാം ഭാവത്തിൽ രാഹുവും സ്ഥിതി ചെയ്യുന്ന കാലമാണിപ്പോൾ നടക്കുന്നത്. ഇവരുടെ സർവാഭിഷ്ടങ്ങളും സാധിക്കും. ധനപരമായ നേട്ടങ്ങളുണ്ടാകും. പുതിയ വാഹനം ആഗ്രഹിക്കുന്നവർക്ക് വാഹനം മേടിക്കുന്നതിനും അനുകൂലമായിട്ടുള്ളൊരു കാലമാണ്. എന്നാൽ അഷ്ടമശനി ഇവർക്ക് കാര്യവിഘ്നങ്ങൾ ഉണ്ടാക്കുന്നു. എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും തടസ്സങ്ങൾ വരുത്തുക, അതിനെ അതിജീവിക്കുന്നതിനായിട്ട് ഉള്ള പരിഹാരങ്ങളൊക്കെ ഇവർ ചെയ്യണം. 9-ലെ രാഹു ഇവർക്ക് അഷ്ടമത്തിലേക്ക് വരാൻ പോകുന്നൊരു സന്ദർഭം കൂടെ ഉണ്ട്. 2025 മെയ് മാസം 18-ാം തീയതി മുതൽ 9-ലെ രാഹു അഷ്ടമത്തിലേക്ക് വരുന്നത് ഇവർ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അത് ആയുസ്സിനെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് അത്ര ഗൗരവത്തോടുകൂടി തന്നെ എടുത്ത് ശിവഭഗവാന് മൃത്യുഞ്ജയ ഹോമാദികൾ കഴിപ്പിക്കുകയും ശ്രീരുദ്ര മന്ത്രം കൊണ്ടുള്ള ജലധാരകൾ കഴിപ്പിക്കുകയും അവരുടെ ജന്മനക്ഷത്ര ദിവസം ഈ വഴിപാടുകൾ ചെയ്യുന്നതും ഉത്തമമാണ്. ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശനി പൂജകളും കഴിപ്പിക്കാവുന്നതാണ്. എന്നാൽ ഈ വരുന്ന കാലവർഷം മുൻ കാലവർഷത്തെ അപേക്ഷിച്ച് ഒന്നുകൂടെ പലതും സംരംഭങ്ങൾ പകുതിയാക്കി വച്ചിരിക്കുന്നത് സാഫല്യത്തിലെത്തേണ്ടതായ ഒരു വർഷം കൂടിയാണ് ഈ 2024-25 മെയ് വരെ കർക്കിടകക്കൂറിൽപ്പെട്ട പൂയം നക്ഷത്രത്തിന് അവരാഗ്രഹിച്ച പോലെ കാര്യങ്ങൾ അവരുടെ കൈപ്പിടിയിലെത്തുകയും ജലസംബന്ധമായ വകുപ്പിൽപ്പെട്ടവർക്ക്, അതായത് മത്സ്യ മേഖലയിലും അല്ലാതെ നേവി, മർച്ചൻ്റ് നേവി വകുപ്പിൽപ്പെട്ടവർക്കും ഈ ഒരു കാലഘട്ടം അനുകൂലമായി കാണുന്നുണ്ട്. അവർക്ക് കുറേ കൂടെ അവരുടെ ജോലിയിൽ മികവുണ്ടാവുന്നതിനും കുറച്ചുകൂടെ അഭിവൃദ്ധി കിട്ടുന്നതിനുമായിട്ട് അവരുടെ ദശാനാഥനായിട്ടുള്ള ശനി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതും അവരുടെ തടസ്സങ്ങളൊക്കെ മാറുകയും അവർക്കൊന്നുകൂടി അവരുടെ കർമ്മരംഗത്തിൽ ശോഭിക്കാനുള്ള കഴിവും കാണുന്നുണ്ട്. അത് ജലരാശി ആയതുകൊണ്ടും ജലമാർഗത്തിൽ അവർക്ക് ജല ഉൽപ്പന്നങ്ങൾ, ജലസാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അവർക്കൊക്കെ മികവുണ്ടാക്കി തരുന്നൊരു കാലവർഷമാണ് കർക്കിടകക്കൂറ് പൂയം നക്ഷത്രക്കാർക്ക് കാണുന്നത്.
അതിൻ്റെ രണ്ടാം പകുതിയിലാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. 2025 മെയ്ക്ക് ശേഷം അവർക്ക് വ്യാഴം 12ലേക്ക് വരുമ്പോൾ അവരുടെ ധനനഷ്ടങ്ങളെയൊക്കെ പിടിച്ചു നിർത്തി അവരിപ്പോൾ നല്ല കാലത്തിൽ പോവുകയും വരാൻ പോകുന്ന സമയത്തേക്ക് ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ അവരൊന്ന് ശ്രദ്ധാലുക്കളായിട്ട് മുമ്പോട്ട് പോയാൽ അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ ഫലപ്രാപ്തിയിലെത്താനും അവരാഗ്രഹിച്ച പോലെ അവരുടെ ജീവിതം കൊണ്ടുപോകാനും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് ഒന്നുകൂടെ മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കാനും അവർക്ക് ആഗ്രഹിച്ച മേഖലയിൽ പഠിക്കുന്നതിനും ഉള്ള അനുകൂലമായ കാലഘട്ടമായിട്ടാണ് വന്നിരിക്കുന്നത്. ആയില്യം നക്ഷത്രം കർക്കിടകക്കൂറുകാർക്ക് ക്ഷിപ്രപ്രസാദികളാണ് ഈ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത. എന്നാൽ പുതിയ ആഗ്രഹങ്ങളും ഒരേ സമയത്ത് പുതിയ പുതിയ ആശയങ്ങളും നല്ല സംസാര ചാതുര്യവും ഇവരുടെ ഒരു പ്രത്യേകതകളാണ്. കലാ സാഹിത്യ രംഗത്ത് ശോഭിക്കുകയും അതിനുള്ളൊരു പ്രത്യേക കഴിവ് ആയില്യം നക്ഷത്രക്കാർക്ക് ഈശ്വരാനുഗ്രഹീതമായി കിട്ടിയിട്ടുള്ളതാണ്. തൊഴിൽ തടസ്സങ്ങളുണ്ടാകാനും ചെയ്യുന്ന കർമ്മമേഖലയിലുള്ള വിഘ്നങ്ങളെ അതിജീവിക്കേണ്ടവരുമാണിവർ. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിദ്യയിൽ പുരോഗതി വരിക്കേണ്ടതായിട്ടുള്ള ഒരു കാലവർഷം കൂടാണ് ഈ 2024-25 മെയ് മാസം വരെയും. ഇവരെ മത്സര പരീക്ഷകളിൽ വിജയിക്കുകയും അറിവുകൾ നേടുകയും പഠിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം അത് ഓർമ്മിപ്പിച്ചെടുക്കുന്നതിനുള്ളൊരു കഴിവ് ഇവരിൽ നിക്ഷിപ്തമായി കാണുന്നുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിയിൽ പുരോഗതി ഉണ്ടാകാനും ക്ലർക്ക്, എഴുത്തുകുത്ത് തുടങ്ങിയ വസ്തുപരമായ കച്ചവടങ്ങൾ ചെയ്യുന്നവർക്ക് അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നേട്ടമുണ്ടാക്കിയെടുക്കേണ്ട ഒരു കാലവർഷം കൂടാണ് ആയില്യം നക്ഷത്രം കർക്കിടകക്കൂറിൽപ്പെട്ടവർക്ക്. റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ മേഖലകളിൽ വകുപ്പ് സംബന്ധമായിട്ടുള്ള രേഖകൾ പ്രയാസത്തോടുകൂടി രേഖകൾ പലതും പ്രമാണത്തിൻ്റെയും ശരിയാക്കാൻ വിഷമിക്കുന്നവർക്ക് അതൊക്കെ പരിഹരിക്കപ്പെടുകയും അവർക്ക് സ്വന്തമായിട്ടൊരു ഭൂമി ഉണ്ടാകുന്നതിനും നല്ല വാഹനങ്ങൾ ലഭിക്കുന്നതിനും അവരാഗ്രഹിച്ച രീതിയിൽ വിദേശത്ത് നല്ലൊരു ജോലി കിട്ടുന്നതിനും സർക്കാർ സംബന്ധമായ വകുപ്പിൽ PSC തുടങ്ങിയ ടെസ്റ്റുകളിൽ പങ്കെടുക്കുന്നവർക്ക് വിജയസാധ്യതയും കൂടെ കൈവരിക്കുന്ന ഒരു കാലവർഷമാണ് ആയില്യം കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. 2025 മെയ്ക്ക് ശേഷം രാഹുവിൻ്റെ പകർച്ച മെയ് 18 മുതൽ ശ്രദ്ധിക്കണം. രാഹുവിനെ പ്രീതിപ്പെടുത്തണം. ബുധഭഗവാൻ അവരുടെ ദശാനാഥനായതിനാൽ ബുധന് തൃക്കൈവെണ്ണ പച്ചപ്പട്ട് സമർപ്പിക്കുക. മന്ദാര പുഷ്പം കൊണ്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ ബുധഭഗവാന് അർച്ചന നടത്തുന്നതും ഇവരുടെ ദോഷങ്ങൾ മാറി ഇവരുടെ വരാൻ പോകുന്ന സമയദോഷത്തെ അതിജീവിക്കാനും പറ്റുന്ന കാലഘട്ടമായിട്ടാണ് കാണുന്നത്. മകൻ നക്ഷത്രം ചിങ്ങക്കൂറാണ് ഇവരുടെ രാശി. അതിരുകഴിഞ്ഞ അഭിമാനികളും ആരെയും വകവെക്കാതെ എന്തിനേയും നേരിടാനുള്ള ചങ്കൂറ്റം ഇവരുടെ ഒരു സ്വഭാവ സവിശേഷതയാണ്. 7-ൽ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് മകൻ നക്ഷത്രത്തിന്. കണ്ടകശനിയും 10-ലെ വ്യാഴവും അഷ്ടമത്തിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നതാണ്. വിവാഹാദി കാര്യങ്ങളിൽ തടസ്സപ്പെടുകയും ആഗ്രഹിച്ച വിവാഹം നടക്കാത്തതിൽ വിഷമിച്ചിരിക്കുന്നവർക്ക് അവരുടെ ആ പ്രതിസന്ധി ഘട്ടം മാറാൻ പോവുകയാണ്. അവരതിനകത്തിൽ ദുഃഖിക്കേണ്ടതില്ല. നല്ല മംഗല്യയോഗം അവരെ കാത്തിരിപ്പുണ്ട്. നല്ല വിവാഹബന്ധം കിട്ടാനും ദീർഘായുസ്സോടുകൂടി ജീവിക്കാനും നല്ല ദാമ്പത്യം ഉണ്ടാകുന്നതിനും കുടുംബജീവിതത്തിലെ ചില അസ്വസ്ഥതകളൊക്കെ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് മകൻ നക്ഷത്രക്കാർ. അത് 2025 മാർച്ച് 29 ശേഷം ഇവരുടെ സമയം മാറും. ഇവരുടെ 7-ലെ കണ്ടകശനി മാറി
ഇവർക്ക് അഷ്ടമത്തിലേക്ക് ആ ശനി സഞ്ചരിക്കുന്നതോടുകൂടി ഇതുവരെ നമുക്ക് തന്നിരിക്കുന്ന ദുഃഖങ്ങളൊക്കെ ശമിപ്പിച്ച് നല്ല അനുഭവങ്ങൾ കിട്ടാനായിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ് മകം നക്ഷത്രക്കാർ സ്ഥിതി ചെയ്യുന്നത്. അവർക്ക് വിദേശ യാത്ര ആഗ്രഹിച്ചവർക്ക് പലരും മുടക്കം വന്ന് വിഷമിച്ചിരിക്കുന്നവർക്ക് വീണ്ടും ഒരു ചാൻസും കൂടെ വരാൻ പോവുകയാണ്. അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല വിദേശത്ത് പോയി നല്ല ജോലി സമ്പാദിക്കാനും വിവാഹം, കുടുംബജീവിതം ഇതെല്ലാം നൽകുന്നതിന് കാലവർഷം അനുകൂലമാകാൻ പോവുകയാണ്. 10-ൽ വ്യാഴം സഞ്ചരിക്കുന്നു. വ്യാഴമാറ്റവും അവർക്ക് നല്ലതാണ്. 11ലേക്കാണ് സ്ഥിതി ചെയ്യുന്നത്. ആ 11ലെ വ്യാഴം വരാൻ പോകുന്നതും അവർക്ക് നല്ല ഫലമായിട്ടാണ് കാണുന്നത്. അഷ്ടമത്തിലെ രാഹുവിനെ പ്രസാദിപ്പിക്കാനായിട്ടുള്ള നാരങ്ങാ വിളക്ക് ചടങ്ങുകൾ നടത്തുകയും 7ലെ കണ്ടകശനിക്ക് പരിഹാരമായിട്ടുള്ള നവഗ്രഹ ക്ഷേത്രത്തിൽ ശനി പൂജകൾ നടത്തുകയും ധർമ്മശാസ്താവിന് ഭസ്മാഭിഷേകം നീല ശംഖുപുഷ്പം കൊണ്ട് അർച്ചനകൾ ചെയ്യുന്നതും ഇവരുടെ ദോഷ കാഠിന്യത്തെ കുറയ്ക്കുകയും നല്ല മംഗല്യഭാഗ്യവും കുടുംബജീവിതവും സുരക്ഷയാവുകയും ചെയ്യുന്നതാണ്. സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അധികാരികളിൽ നിന്നുണ്ടാകുന്ന മാനസിക പീഡകളും അവരുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ പരിഹരിക്കുകയും അവർ സ്ഥലം മാറ്റം, അതുപോലെ സ്ഥാനപ്രംശങ്ങൾ, നല്ല പ്ലേസിലേക്ക് അവർ കൊടുത്തിരിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടാനുമുള്ളൊരു കാലം അനുകൂലമായിട്ടാണ് കാണുന്നത്. ഇവർ നല്ല ഈശ്വര ഭജനത്തോടുകൂടി മുമ്പോട്ട് പോവുകയും പിതൃക്കൾ ഇവരുടെ ദേവതയായതുകൊണ്ട് കറുത്തമാമുത് പിതൃക്കളെ പ്രീതിപ്പെടുത്തുന്നതിനായി തിലഹവന പിതൃപൂജകളൊക്കെ കഴിപ്പിക്കുന്നതും ഇവരുടെ കാര്യങ്ങളെ പെട്ടെന്ന് സാധിച്ചു കിട്ടാൻ ഉള്ള ഫലം തരുന്നതാണ് മകം നക്ഷത്രം. ചിങ്ങക്കൂറിൽപ്പെട്ടവർക്ക് അനുകൂലമായി കാണുന്നു ഈ വർഷം. പൂരം നക്ഷത്രം ചിങ്ങക്കൂറിൽപ്പെട്ട ഇവർക്ക് ആകർഷണ ശക്തി, സൗന്ദര്യം, ആത്മവിശ്വാസം, ഏത് ആൾക്കൂട്ടത്തിലും ഇവരെ തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേക കഴിവും ഇവരിൽ നിക്ഷിപ്തമാണ്. രാജകീയമായ ജീവിതം നയിക്കുന്നവരാണ് പൂരം നക്ഷത്രക്കാരുടെ പ്രത്യേകത. സർക്കാർ ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് സർക്കാർ ജോലി കിട്ടുകയും മുമ്പ് സർക്കാർ പരീക്ഷകളിൽ അവർക്ക് വിജയം കൈവരിക്കാൻ പറ്റാത്തവർ അത് വീണ്ടും ഒന്നുകൂടെ പരിശ്രമിച്ചാൽ അവർക്ക് ഫലം കിട്ടുന്ന ഒരു കാലവർഷം കൂടാണ് ഈ വരുന്ന 2024-25 കാലവർഷങ്ങൾ. അടുത്ത വരാൻ പോകുന്ന 11ലെ വ്യാഴവും ഇവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുമെന്നാണ് കാണുന്നത്. കണ്ടകശനി ഇവർക്ക് 7-ൽ സഞ്ചരിക്കുകയും 10-ൽ വ്യാഴം സ്ഥിതി ചെയ്യുന്ന കാലഘട്ടം കൂടെ ആകയാൽ അഷ്ടമത്തിലെ രാഹുവാണ് ഇവർക്ക് കാര്യവിഘ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ രാഹുവിന് സർപ്പം പാട്ട് നടത്തുക, സർപ്പത്തിനെ പ്രീതിപ്പെടുത്തുക, പാല്, പഴം, കദളിപ്പഴ നിവേദ്യങ്ങളൊക്കെ ലളിതമായി സർപ്പക്ഷേത്രത്തിൽ പോയി ആചരിക്കുക, മഞ്ഞപ്പൊടി സമർപ്പിക്കുക, ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ കൊണ്ട് ഇവരുടെ തടസ്സങ്ങളൊക്കെ മാറുകയും കണ്ടകശനിയുടെ പീഡകൾ കുറയ്ക്കുന്നതിനായിട്ട് ശാസ്താവിന് ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ എള്ള് പറയായി സമർപ്പിക്കുന്നതും ഇവരുടെ ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതാണ്. വളരെ കാലമായി ജോലിക്ക് പ്രയത്നിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടവർക്ക് ജോലി നേടിയെടുക്കാൻ കൂടി പറ്റിയൊരു കാലവർഷമായാണ് ഇതിനെ കാണുന്നത്. ഒരു കർമ്മം ഉണ്ടായിട്ട് അത് ഉപേക്ഷിച്ച് മറ്റൊരു പുതിയ മേഖലയിലേക്ക് ശ്രമിക്കുന്നവർക്കും ഈ ഒരു കാലവർഷം അനുകൂലമായി തന്നെ കാണുന്നു. അവർ ധൈര്യമായിട്ട് ഇതിൽ പ്രവർത്തിക്കാൻ സാധിക്കും. അവരുടെ കണ്ടകശനി 2025 മാർച്ച് 29 പകരുന്നതും ഇവർക്ക് നല്ലൊരു ഫലത്തിലേക്ക് എത്തിക്കും. തടസ്സങ്ങളൊക്കെ മാറി പൂരം നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് എല്ലാവിധ ഗുണാനുഭവങ്ങളും തരുന്നൊരു കാലവർഷമായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരിക്കുന്നത്. ഉത്രം നക്ഷത്രക്കാര് ചിങ്ങക്കൂറിൽപ്പെട്ട ഉത്രം നക്ഷത്രത്തിന് താൻ ഏറ്റെടുക്കുന്ന ജോലികളെ എന്തു തന്നെയായാലും പൂർണ്ണത ആഗ്രഹിക്കുന്നവരാണ് ഉത്രം നക്ഷത്രത്തിന്റെ പ്രത്യേകത. തെറ്റ് കണ്ടാൽ പ്രതികരിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് ഇവരുടെ ഒരു സവിശേഷതയാണ്. അതുമൂലം ഇവർക്ക് ഒരുപാട് എതിർപ്പുകളും ഉണ്ടാകുന്നതാണെന്ന് സൂക്ഷിക്കേണ്ടതാണ്. എന്നാൽ ഈ വർഷക്കാലം ഇവർക്ക് 7-ൽ ശനിയും 10-ൽ വ്യാഴവും അഷ്ടമത്തിൽ രാഹുവും സ്ഥിതി ചെയ്യുന്ന വർഷമാണ്. വരും കാലവർഷയളവിലും അനുകൂലമായ ഒരു സാധ്യതയാണ് ഉത്രം നക്ഷത്രം ചിങ്ങക്കൂറിൽപ്പെട്ടവരുടെ പ്രത്യേകത. ഇവരാഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഉയർച്ച നേടിയെടുക്കുന്നതിന് വളരെ കാലം കൊണ്ടേ പരിശ്രമിക്കുകയും അത് നടപ്പിലാവാതെ മാനസിക
ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഉത്ര നക്ഷത്രം ചിങ്ങക്കൂറിൽപ്പെട്ടവർക്ക് അവരുടെ പ്രതീക്ഷ കാലയളവ് എത്തിയിരിക്കുകയാണ്. ജോലി മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി കിട്ടാനും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകുന്നതിനും നല്ലൊരു കാലഘട്ടമായാണ് കാണുന്നത്. മാത്രവുമല്ല, അഷ്ടമത്തിലെ രാഹുവാണ് വഴിമുടക്കിയായി നിൽക്കുന്നത്. ആ രാഹുവിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ഇവര് സർപ്പത്തിന്റെ ഭജനങ്ങൾ ചെയ്യുകയും നവഗ്രഹത്തിൽ രാഹുവിന് പ്രത്യേകമായി രാഹുർ പൂജ കഴിപ്പിക്കുന്നതും ഇവരുടെ കാലത്തെ ചിങ്ങക്കൂറിൽപ്പെട്ട ഉത്ര നക്ഷത്രക്കാർക്ക് അനുകൂല ഫലം കിട്ടാൻ സാധ്യതയുണ്ട്. വനപർവ്വതങ്ങളിലും കാട് മലമുകളിലേക്കൊക്കെ യാത്ര ചെയ്യുന്നതും ഇവരുടെ വളരെ വിനോദകരമായ പ്രത്യേകതകളാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഈ ഉത്തര നക്ഷത്രക്കാർക്ക് ഭൂമി ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി കിട്ടാനും വളരെ കാലം കൊണ്ട് തന്നെ ഒരു ഗ്രഹമെന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാനും ഇവർക്ക് പറ്റുന്നൊരു കാലഘട്ടമായാണ് കാണുന്നത്. കർമ്മത്തിൽ പുരോഗതി, അവരുടെ വരുമാന സ്രോതസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉത്തര നക്ഷത്രം ചിങ്ങക്കൂറിൽപ്പെട്ടവർക്ക് അനുകൂലമായിട്ടാണ് കാണുന്നത്. ഈ ഉത്തര നക്ഷത്രം തന്നെ കന്നിക്കൂറിനെ ഒന്ന് പരിശോധിക്കാം. ആ കന്നിക്കൂറായ ഉത്തര നക്ഷത്രക്കാർക്ക് 9-ൽ വ്യാഴം, ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും അപ്രതീക്ഷിതമായിട്ട് നനച്ചിരിക്കാതെ ഭാഗ്യദേവത അവരെ കടാക്ഷിക്കുകയും 7-ൽ രാഹു നിൽക്കുന്നത് കൊണ്ട് അവരുടെ കുടുംബ ജീവിതത്തിലും അവരിറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലും ചില തടസ്സങ്ങൾ അനുഭവപ്പെട്ടാലും അതെല്ലാം അതിജീവിക്കുന്നവരുമാണ് ഉത്രത്തി മുക്കാലായിട്ടുള്ള കന്നി രാശിപ്പെട്ടവര്. ആ കന്നിക്കൂറിലെ ഉത്തര നക്ഷത്രക്കാർക്ക് 7-ലെ രാഹുവിൻ്റെ തടസ്സം 2025 മെയ് മാസം 18-ാം തീയതിക്ക് ശേഷം മാറുകയും വിവാഹാദി കാര്യങ്ങളിൽ ചിന്തിക്കുന്നവർക്ക് വിവാഹം നടക്കാനും അതുപോലെ ദാമ്പത്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് അവരുടെ കുടുംബജീവിതത്തിലെ സ്വരച്ചേർച്ചകളൊക്കെ മാറാനും അവർ തമ്മിൽ ഒത്തുതീർപ്പാവുന്നതിനും മധ്യസ്ഥതയിലൂടെ അത് പരിഹരിക്കപ്പെടാനുമുള്ള ഒരു സാധ്യത ഈ വർഷം കാണുന്നുണ്ട്. വരുന്ന കാലയളവിലും 3 വർഷത്തേക്ക് ഇവർക്ക് അനുകൂലമായ ഒരു ഫലമാണ് നൽകുന്നത്. ദോഷഫലങ്ങളെ കണ്ട് മനസ്സിലാക്കി പരിഹാരം ചെയ്താൽ ഇവർക്ക് നല്ല പുരോഗതിയാണ് ഈ വർഷക്കാലം സൂചിപ്പിക്കുന്നത്. ഉത്തര നക്ഷത്രത്തിന് സ്വസ്തി സുക്ത മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലികൾ കഴിപ്പിക്കുക. രാഹു പ്രസാദിക്കാനായിട്ട് നെയ്വിളക്ക് സർപ്പക്ഷേത്രത്തിൽ കത്തിക്കുക. കദളിപ്പഴ നിവേദ്യങ്ങൾ സമർപ്പിക്കുക. കരിക്ക് അഭിഷേകത്തിനായിട്ട് കരിക്ക് സമർപ്പിക്കുന്നതും ഇവരുടെ ദോഷങ്ങളൊക്കെ മാറി ഉത്തര നക്ഷത്രത്തിന് ഗുണഫലം കിട്ടാൻ വളരെയധികം സാധ്യതയുള്ളൊരു നക്ഷത്രമാണ് ഉത്തര നക്ഷത്രം. അത്തം നക്ഷത്രം കന്നിക്കൂറിൽപ്പെട്ട ഇവരുടെ പ്രത്യേകത വിദ്വാൻമാരും ശാസ്ത്ര സിദ്ധാന്തങ്ങൾ അറിയുന്നവരും ചന്ദ്രന്റെ പ്രഭാവം മൂലം ആകർഷണമായ ഒരു ശക്തി ഇവരിലുണ്ടാവുകയും ജലോൽപ്പന്നങ്ങളായ വസ്തുക്കളിൽ താല്പര്യമുള്ളവരും സെയിൽസ് മാർക്കറ്റ് രംഗത്ത് ശോഭിക്കുന്നതും ഇവരുടെ പ്രത്യേകതകളാണ്. 3 വർഷക്കാലത്തേക്ക് വ്യാഴം അനുകൂലമായി നിൽക്കുകയും ഇപ്പോൾ 9-ൽ വ്യാഴവും 6-ൽ ശനിയും 7-ലെ രാഹുവുമാണ് ഇവർക്ക് നിൽക്കുന്ന ഗ്രഹസ്ഥിതി. ഈ രാഹു 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് ഇവരുടെ കാര്യങ്ങൾക്കുണ്ടാവുന്ന വിഘ്നങ്ങൾ തടസ്സങ്ങളെ അതിജീവിക്കേണ്ടതാണ് ഇവർ. 2025 മെയ് മാസം 18-ാം തീയതിക്ക് ശേഷം രാഹുവിൻ്റെ പകർച്ച ഇവരുടെ മാർഗങ്ങളൊക്കെ തെളിയാൻ തുടങ്ങും. ഗ്രഹം, വാഹനം, ഭൂമി, വിദേശത്തേക്കും സ്വദേശത്തും നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ്. വിദ്യാഭ്യാസമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പുതിയ വിദ്യ സ്വീകരിക്കുന്നതിനും പുതിയ പഠന നിലവാരം മെച്ചപ്പെടുത്താനും ഇവർക്ക് ഈ കാലം ഗുണം ചെയ്യുന്നൊരു കാലഘട്ടം കൂടിയാണ്. 6-ൽ ശനി ഇവർക്ക് രോഗ ദുരിതങ്ങൾ, വാത, ശൂലാമയം അങ്ങനെയുള്ള വാദ സംബന്ധമായിട്ടുള്ള ചില അസുഖങ്ങളും അസ്വസ്ഥതകളും ഗ്യാസ് ബുദ്ധിമുട്ടുകളൊക്കെ വരാം. അതിന് ഇവർ വേണ്ടുന്നതായ പരിഹാര കർമ്മങ്ങൾ ഇവരുടെ ദശാനാഥനായ ചന്ദ്രഭഗവാന് പ്രീതിപ്പെടുത്തുന്നതിനായി ദുർഗാദേവി ക്ഷേത്രത്തിൽ ശൂലിനി മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി മഞ്ഞ തെറ്റിപ്പൂക്കൾ കൊണ്ട് കഴിപ്പിക്കുന്നതും ദുർഗാദേവിക്ക് മഞ്ഞ പട്ട് സമർപ്പിക്കുന്നതും ഇവരുടെ അനുകൂല ഫലങ്ങൾ കിട്ടുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള വഴിപാടുകളാണ്. അതോടൊപ്പം അത്തം നക്ഷത്രത്തിൻ്റെ വളരെ കാലം കൊണ്ടുള്ള സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കപ്പെടുന്നൊരു കാലഘട്ടം കൂടാണ് ഈ വരും വർഷങ്ങളിൽ. ഇവർക്ക് അനുകൂല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 2024, 25 വരാൻ പോകുന്ന 26 വർഷങ്ങളൊക്കെ ഇവർക്ക് വ്യാഴം അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ധൈര്യമായി മുന്നേറാൻ പറ്റുന്നൊരു നക്ഷത്രം കൂടാണ് അത്തം നക്ഷത്രം. ആ അത്തത്തിന് എല്ലാവിധ പുരോഗതികളും ഉണ്ടാകാനുള്ള സാധ്യത ഈ വർഷം കാണുന്നുണ്ട്.
ചിത്തിര നക്ഷത്രം കന്നിക്കൂറിലെ പെട്ട ചിത്തിരയ്ക്ക് ഉയർച്ച ആഗ്രഹിക്കുന്നവരാണ് ചിത്തിര നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവം. മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളിൽ അംഗീകരിക്കുകയും എന്ത് സാഹസ പ്രവർത്തികൾ ചെയ്യുന്നവനും ഇവർ ശ്രദ്ധാലുക്കളായി നിലകൊള്ളും. കലാ സാഹിത്യ രംഗത്ത് ശോഭിക്കാനുള്ള പ്രത്യേക കഴിവും ഇവരിൽ നിക്ഷിപ്തമാണ്. കന്നിക്കൂറിൽപ്പെട്ട ചിത്തിര നക്ഷത്രത്തിന് 9 വ്യാഴവും 7 രാഹുവും 6 ശനിയും സഞ്ചരിക്കുന്ന കാലമാകയാൽ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ഇവർക്ക് എല്ലാവിധ ഗുണഫലങ്ങളും ചെയ്യുന്ന കാലവർഷമാണ്. വരും കാലങ്ങളിലും 2024, 25 വർഷങ്ങളിലും ഇവർക്ക് അനുകൂലമാണ്. രാഹുവിൻ്റെ മാറ്റം 2025 മെയ് 18 മാറുന്നതും ഇവരുടെ മാർഗതടസ്സങ്ങളൊക്കെ മാറ്റുകയും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുകയും അവരാഗ്രഹിക്കുന്ന രീതിയിൽ വിദ്യ അഭ്യസിക്കാൻ പറ്റുകയും മുടക്കങ്ങളൊക്കെ ഉള്ളത് മാറുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഈ ചിത്തിര നക്ഷത്രം തന്നെ തുലാരാശിപ്പെട്ട ചിത്തിര പകുതിക്കാര് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയം കൂടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2024 മെയ് തൊട്ട് 2025 മെയ് വരെ തുലാരാശിപ്പെട്ട ചിത്തിര നക്ഷത്രക്കാര് അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലമാണ്. കാരണമില്ലാത്ത പ്രശ്നങ്ങൾ, വിപത്തുക്കൾ, അപവാദങ്ങൾ ഇതൊക്കെ ഇവർക്ക് സാധ്യതയുള്ളൊരു വർഷം കൂടാണ് 2025 മെയ് വരെ. മഹാവിഷ്ണുവിനെ ഭജിക്കുകയും അതിന് വേണ്ടുന്നതായ വിഷ്ണു സഹസ്രനാമ ജപവും വിഷ്ണു പൂജകളും മഞ്ഞപ്പട്ടും ഒക്കെ സമർപ്പിക്കുന്നതിലൂടെ ഇവരുടെ ദോഷ കാഠിന്യം കുറയുകയും ഇവർ വിഷമിക്കേണ്ട കാര്യമില്ല. 2025 മെയ് മാസം മുതൽ വരുന്ന 3 വർഷത്തേക്കും ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാവും. നേട്ടം കൈവരിക്കാൻ സാധിക്കും. ഇപ്പോൾ ഒന്ന് സ്വസ്ഥതയോടെ സമാധാനമായിട്ട് സാവധാനത്തിലിരുന്ന് പ്രവർത്തിച്ചാൽ ഈ ചിത്തിര നക്ഷത്രം തുലാരാശിപ്പെട്ടവർക്ക് വരുന്ന കാലയളവ് ഗുണകരമാക്കിയെടുക്കാൻ സാധിക്കും. 2025 മെയ് 14 ശേഷം ഇവർക്ക് വ്യാഴം 9 വരികയും ഭാഗ്യ അനുഭവങ്ങൾ കടാക്ഷിക്കുകയും ചെയ്യുന്നൊരു നക്ഷത്രമാണ് തുലാരാശിക്കൂറിൽപ്പെട്ട ചിത്തിര നക്ഷത്രക്കാർക്ക്. 6 രാഹു സ്ഥിതി ചെയ്യുന്നതിൻ്റെതായ ശാരീരിക ബുദ്ധിമുട്ടുകൾ, അസുഖങ്ങൾ, അലർജി, മറ്റ് സാംക്രമിക രോഗങ്ങളൊക്കെ ഇപ്പം പിടിപെടാൻ സാധ്യതയുള്ളൊരു നക്ഷത്രം കൂടാണ് ചിത്തിര തുലാക്കൂറുകാർ. ഇവർ ചെയ്യേണ്ടത് രോഗത്തെ പ്രതിരോധ ശക്തി ഉണ്ടാക്കുന്ന ധന്വന്തരി മൂർത്തിയെ ഭജിക്കുകയും ധന്വന്തരി മൂർത്തിക്ക് കദളിപ്പഴ നിവേദ്യങ്ങളും അതുപോലെ ധന്വന്തരി മന്ത്രം കൊണ്ടുള്ള അർച്ചനകൾ കഴിപ്പിക്കുന്നതും ഇവരുടെ ഈ ദോഷ കാലാവസ്ഥയെ മാറ്റി ഗുണകരമായ ആരോഗ്യവും ശാരീരികവും മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ള ഒരു ഫലം ഇവർക്ക് കാണുന്നുണ്ട്. തുലാരാശിപ്പെട്ട ചിത്തിര നക്ഷത്രക്കാർ ഈ 2025 മെയ് 14 ശേഷം നല്ല അഭിവൃദ്ധിയിലേക്ക് വരുന്നവരാണ്. അവർ ഇപ്പോഴുള്ള ഈ സമയദോഷത്തെ മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ അവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറി അവരാഗ്രഹിക്കുന്ന രീതിയിലൊരു മെച്ചമുണ്ടാവാൻ തീർച്ചയായും സാധിക്കും. ചോതി നക്ഷത്രം തുലാരാശിയിൽപ്പെട്ട ഈ നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനും നീതി, ന്യായം, ധർമ്മബോധം ഇവരിൽ നിക്ഷിപ്തവുമാണ്. മനസ്സിൽ ഒന്നും വയ്ക്കാതെ തുറന്ന് പ്രകടമാക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയും ഇവരുടെ പ്രത്യേകതയാണ്. അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുകയും 6 ശനിയും അതുപോലെ തന്നെ 7 ഭാവത്തിൽ മുൻ വർഷത്തിൽ നിന്ന വ്യാഴം ആണ് 7ാം ഭാവത്തിൽ നിന്ന വ്യാഴം അഷ്ടമത്തിലേക്ക് ഇപ്പോൾ മാറിയപ്പോൾ മുതലാണ് ഇവരുടെ ആ സമയത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിക്കുന്നുണ്ട്. നിയമപരമായിട്ട് ബന്ധനത്തിലകപ്പെടുക, സ്വദേശത്ത് മനസ്സറിയാതെ കേസ്, വഴക്ക് തുടങ്ങിയ ഇതിൽ പെട്ടിരിക്കുന്നവർക്ക് ബന്ധന മോചനത്തിനുള്ള കാലഘട്ടം കൂടാണ് വരാൻ പോകുന്ന 2025 മെയ് മാസം 18 മുതൽ ഇവരുടെ വ്യാഴം പകരുന്നത് ഇവർക്ക് അനുകൂലമായിട്ട് വരും. ഇവരുടെ പ്രയാസങ്ങൾക്കൊക്കെ ഒരു അറുതി വരുത്തും. ഇപ്പോൾ അഷ്ടമത്തിലെ വ്യാഴം കാരണമില്ലാതെ വേണ്ടപ്പെട്ടവരുടെ വിയോഗം ഉണ്ടാവുക, മറ്റ് സാമ്പത്തിക നഷ്ടങ്ങൾ വരുത്തുക, ഇതിനെയെല്ലാം ഒന്ന് അതിജീവിക്കാനായിട്ട് രാഹു ദശാനാഥനായ തുലാരാശിപ്പെട്ട ചോതി നക്ഷത്രക്കാര് രാഹുവിനെ ഭജിക്കുന്നതും രാഹു പ്രധാനമായിട്ടുള്ള സ്ഥലത്ത് ആമേടക്കാവ്, പാമ്പുമ്മേക്കാവ്, വെട്ടിക്കോട്ട്, മണ്ണാറശാല, അനന്തൻകാവ് തുടങ്ങിയ സ്ഥലത്ത് അഷ്ടനാഗങ്ങളെ പ്രീതിപ്പെടുത്തുകയും അവർക്ക് അഭിഷേകാദികള് പാലുകൊണ്ടും കരിക്കുകൊണ്ടും ഒക്കെ കഴിപ്പിക്കുന്നതിലൂടെ ഇവരുടെ ഈ സമയദോഷത്തെ അതിജീവിക്കാൻ സാധിക്കുന്നതുമാണ്. അഷ്ടമ വ്യാഴം വളരെയധികം കഷ്ടപ്പെടുത്തുകയും 5 ശനി
ഇവർക്ക് സന്താനങ്ങളെ പറ്റിയുള്ള ദുഃഖം, പുത്രദുഃഖം, സന്താനങ്ങളില്ലാത്തവർക്ക് സന്തതികൾ ഉണ്ടാകുമോ എന്നുള്ള വ്യാകുലതയും ആ വേർപാടൊക്കെ ഇവർ അനുഭവിക്കുന്ന അതിൽ നിന്നും മുക്തി 2025 മെയ് മാസം മുതൽ വ്യാഴത്തിൻ്റെ പകർച്ച ഇവർക്ക് സന്താനം ഉണ്ടാകുന്നതിനും സന്താനങ്ങളുള്ള സന്താനം സ്വഭാവത്തിൽ ലഹരിയിലും മറ്റ് വിഷമഘട്ടങ്ങളിലും കിടക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ മോചിതമായി സന്താനങ്ങൾ നല്ല സ്വഭാവമായി തീരുന്നതിനുമുള്ള കാലഘട്ടം കൂടാണ് വരാൻ പോകുന്നത്. അപ്പം രാഹു ശാന്തി കർമ്മങ്ങൾ നടത്തുകയും രാഹുവിനെ പ്രസാദിപ്പിക്കുകയും 8-ലെ വ്യാഴത്തിൻ്റെ അനിഷ്ടസ്ഥിതി മാറാനായിട്ട് ശ്രീകൃഷ്ണസ്വാമിയിൽ ഉണ്ണിയപ്പം നിവേദ്യമായിട്ട് അർപ്പിക്കുകയും ഭഗവാന് ശകലം തൃക്കൈ വെണ്ണ സമർപ്പിക്കുന്നതും ഇവരുടെ ദുഃഖങ്ങളൊക്കെ മാറ്റി ഇവർക്ക് പൂർവാധികം ശക്തി ഉണ്ടാവുകയും ഇവരുടെ ആ ഗ്രഹപ്പഴ കാലത്തെ അതിജീവിക്കാനും പറ്റുന്നതാണ്. വരാൻ പോകുന്ന 2025 മെയ് മാസം ചോതി നക്ഷത്രം തുലാരാശിപ്പെട്ടവർക്ക് അനുകൂലമായിട്ടുള്ളൊരു നല്ല വർഷത്തെ പ്രദാനം ചെയ്യും. ഇപ്പോൾ ഉള്ള സമയദോഷത്തെയൊക്കെ ഈശ്വര ഭജനത്തിലൂടെ ഇവർ തൻ്റെ ഇടമായി മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ പ്രയാസങ്ങളെല്ലാം പരിഹരിക്കുകയും വിദ്യാർത്ഥികൾക്കായാലും പഠിക്കാൻ തടസ്സമുണ്ടാവുക, പഠനത്തിന് പോവാൻ പറ്റാതെ വരിക, ഓരോ അസുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരും വലയുന്നവർക്കും ഒക്കെ ഒരു നല്ല ഫലത്തെ തരുന്ന ഒരു അനുകൂലമായ വർഷം കൂടാണ് നമ്മുടെ മുമ്പിൽ സാധ്യതയുള്ളത്. അപ്പം നല്ലതിലേക്ക് എത്തുന്നതിനായിട്ടുള്ള ഈ ഈശ്വര ഭജനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചോതി നക്ഷത്രം തുലാരാശിപ്പെട്ടവർക്ക് സർവ്വവിധമായ ആനുകൂല്യങ്ങളും വരാൻ പോകുന്ന രാശിയിൽ കാണുന്നുണ്ട്. അവരൊന്നുകൊണ്ടും വിഷമിക്കേണ്ട. 8-ലെ വ്യാഴത്തിൻ്റെ പരിഹാരമായിട്ട് ഈ ഭജനങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോയാൽ ഈ വരുന്ന 2025 മെയ് മുതൽ ഇവർക്ക് നല്ല ഫലങ്ങൾ അനുഭവിക്കാൻ സാധ്യമാണ്. വിശാഖം നക്ഷത്രം തുലാരാശിപ്പെട്ട ഇവർക്ക് പ്രത്യേകതകൾ, പ്രസന്ന മുഖഭാവമാണ് ഇവരുടെ. മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള ഒരു കഴിവ് ഇവരിൽ ജന്മസിദ്ധമായി തന്നെ ഉണ്ട്. പാരമ്പര്യത്തെ ബഹുമാനിക്കുകയും സ്വന്തം പാരമ്പര്യത്തെ അഭിമാനത്തോടുകൂടി ചേർത്ത് പിടിക്കുന്നതുമാണ് വിശാഖ നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകത. ഇവരുടെ ദശാനാഥൻ വ്യാഴമാണ്. ആ വ്യാഴം തുലാരാശിപ്പെട്ട വിശാഖ നക്ഷത്രക്കാർക്ക് ഇപ്പോഴത്തെ ഈ കാലഘട്ടം 2024 മെയ് തൊട്ട് 2025 മെയ് വരെ ശ്രദ്ധിക്കണം. മഹാവിഷ്ണുവിനെ ഭജിക്കണം. സാമ്പത്തികപരമായിട്ടും ധനപരമായൊക്കെ നഷ്ടങ്ങളും എല്ലാ മേഖലയിൽപ്പെട്ടവർക്കും സമയം വളരെ സൂക്ഷിക്കേണ്ടതായൊരു കാലഘട്ടം തന്നെയാണ്. എന്നാൽ അത് 2025 മെയ് 14 ശേഷം ഇവർക്ക് അനുകൂലമായിട്ടുള്ളൊരു നല്ല ചുവടുവെപ്പിനുള്ള സാധ്യതയും പ്രതീക്ഷയ്ക്ക് വകയും കാണുന്നുമുണ്ട്. അത് ഇവർ പ്രയോജനപ്പെടുത്താനായി ഇപ്പോഴുള്ള ഈ മാനസിക സംഘർഷങ്ങളെയൊക്കെ ഒന്ന് പിടിച്ചു നിർത്തി സന്താനങ്ങളെ കൊണ്ടും ധനപരമായിട്ടുമുള്ള ബുദ്ധിമുട്ടുകൾ പല കാര്യങ്ങളും തുടങ്ങി വെച്ചിടത്ത് സ്തംഭനാവസ്ഥയിലാണ് ഇപ്പോൾ വിശാഖ നക്ഷത്രം തുലാരാശിക്കാർ നിൽക്കുന്നത്. ആ ദുർഘടത്തെ മറികടന്നാൽ ഇവർ പൂർവാധികം ശക്തി പ്രാപിക്കും. അതിന് മാനസികമായ ധൈര്യം ഇവരിൽ ഉണ്ടാവുകയും ആ ആത്മബോധത്തോടുകൂടി ഇവർ പ്രവർത്തിച്ച് ഈശ്വര ഭജനങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞാൽ ഈ ഗ്രഹദോഷങ്ങളെല്ലാം മാറ്റി വരുന്ന 2025 മെയ് മാസം മുതൽ തുലാരാശിപ്പെട്ട വിശാഖ നക്ഷത്രക്കാർക്ക് നല്ല ഗുണകരമായ ഒരു കാലം അനുഭവയോഗ്യമാക്കി തീരുന്നതാണ്. ഈ വിശാഖം തന്നെ വൃശ്ചിക രാശിപ്പെട്ട വിശാഖ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ 7-ൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലമാണ്. പ്രശസ്തി, അംഗീകാരങ്ങൾ, വിവാഹാദി നല്ല ഫലങ്ങളും ധനലാഭങ്ങളും ഗ്രഹം, അതുപോലെ വിദേശത്ത് നല്ല ജോലി, ഇങ്ങനെ എല്ലാവിധ ഗുണഫലങ്ങളും കിട്ടാൻ വൃശ്ചിക രാശിപ്പെട്ട വിശാഖ നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഒരു കാലഘട്ടം കൂടാണ്. അവരുടെ 4-ൽ ശനി സഞ്ചരിക്കുന്നത് കൊണ്ട് ഗ്രഹപരമായ തടസ്സങ്ങൾ, വീട്ടിലെ അന്തരീക്ഷങ്ങൾ വളരെയധികം മോശമാവുകയും വീട് വിട്ടിറങ്ങണമെന്നുള്ള മാനസികാവസ്ഥയൊക്കെ അവർക്കുണ്ടാകാം. അല്ലെങ്കിൽ ഭ്രംശം സംഭവിച്ച് ജോലിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ കൊണ്ട് ഗൃഹത്തിൽ നിന്നും മാറി നിൽക്കേണ്ട അവസ്ഥ വരാം. മാതാപിതാക്കൾക്കുണ്ടാവുന്ന അരിഷ്ടതകളെ കൊണ്ട് വലയുന്നവർക്ക് ആ മാനസിക സംഘർഷങ്ങളൊക്കെ പരിഹരിക്കുന്നതിനായിട്ട് ഇവരുടെ ഈ അഷ്ടമശനി, അതായത് കണ്ടകശനിയാണ് 4-ൽ സഞ്ചരിക്കുന്നവർക്ക്, ആ കണ്ടകശനിക്കുള്ള കാഠിന്യം കുറയ്ക്കുന്നതിനായിട്ട് ശനി ഭജനങ്ങളും ഭസ്മാഭിഷേകം, ശാസ്താക്ഷേത്രത്തിൽ ഭസ്മം കൊണ്ട് അഭിഷേകം കഴിപ്പിക്കുകയും നല്ലെണ്ണ കൊണ്ട് അഭിഷേകം നടത്തുക, നെയ്യ് കൊണ്ട് അഭിഷേകങ്ങൾ കഴിപ്പിക്കുകയും ചെയ്തു കഴിയുമ്പോൾ ഇവരുടെ ഇപ്പോഴത്തെ ആ
പ്രതിസന്ധികളൊക്കെ മാറി നല്ല ഫലങ്ങൾ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ് വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം നക്ഷത്രക്കാർക്ക്. 5-ൽ രാഹു ഉള്ളതുകൊണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠനപരമായി പുറകോട്ട് പോകുന്നൊരവസ്ഥയാണ്. മുമ്പ് നല്ല പഠനം കാഴ്ചവെച്ചവർ ഇപ്പോൾ ഇച്ചിരി പുറകേക്കാവുന്നൊരവസ്ഥ വരും. അതിന് സരസ്വതി മന്ത്രം കൊണ്ട് അവർക്ക് അർച്ചനകൾ കഴിപ്പിക്കുക, സരസ്വതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കുക, താരസകൃതം നെയ്കൾ ജപിച്ചു കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതാണ്. ഇതൊരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ മാനസികമായി ഡിപ്രഷൻ മൈൻഡിൽ പെട്ട് കിടക്കുന്നവരെ അവരെ ഉണർത്തിയെടുക്കുന്നതിനായിട്ട് കൃത്യമായിട്ടുള്ള കദളിപ്പഴ നിവേദ്യം കഴിപ്പിക്കുക. ശിവക്ഷേത്രത്തിൽ പോയി കദളിപ്പഴ നിവേദ്യങ്ങളൊക്കെ നടത്തുമ്പോൾ 5-ലെ രാഹുവാണ് വൃശ്ചികക്കൂറിൽപ്പെട്ടവർക്ക് മാനസിക ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നത്. അവർക്കെല്ലാം ഉണ്ടെങ്കിലും മനസ്സ് അശാന്തമാകുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതിനെ പരിഹരിക്കുന്നതിനായിട്ടാണ് ഈ മാർഗങ്ങളൊക്കെ സ്വീകരിക്കുന്നതിലൂടെ വിശാഖ നക്ഷത്രം വൃശ്ചികക്കൂറിൽപ്പെട്ടവർക്ക് അനുകൂലമായൊരു കാലവർഷമാണ് നടക്കുന്നത്. 2024-25 മെയ് വരെ വ്യാഴം അനുകൂലത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഇവർക്കുള്ളത്. മുൻ വർഷത്തിൽ പല പ്രതിസന്ധികളും നേരിട്ട ഇവർക്ക് ഈ വർഷം അതിനെയെല്ലാം അതിജീവിക്കാൻ വിശാഖം വൃശ്ചികക്കൂറുകാർക്ക് സാധിക്കുന്നതുമാണ്. അനിഴം നക്ഷത്രം വൃശ്ചികക്കൂറിൽപ്പെട്ട പ്രത്യേകത ദൃഢനിശ്ചയമുള്ളവരും പെട്ടെന്ന് പ്രവർത്തിക്കുന്നവരും അധ്വാനിക്കാനുള്ള മനഃശക്തി ഉള്ളതും സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുകയും ആത്മാഭിമാനമുള്ളവരുമാണ് അനിഴം നക്ഷത്രത്തിൻ്റെ പ്രത്യേകത. 4-ൽ ശനിയും 7-ൽ വ്യാഴവും 5-ൽ രാഹുവും നിൽക്കുന്ന ദശാകാലമാണ് ഇവർക്ക് ഈ ഗ്രഹസ്ഥിതിയിൽ വന്നിരിക്കുന്നത്. വളരെ നല്ലൊരു കാലഘട്ടമായിട്ടാണ് കാണുന്നത്. മുമ്പ് ഒരുപാട് പ്രയാസത്തിൽപ്പെട്ട് മാനസിക സംഘർഷങ്ങളിൽ നിന്നും ഇവരിപ്പോൾ ഒന്ന് കരകയറി വരുവാണ്, പച്ച പിടിച്ച് വരുവാണെന്ന് പറയേണ്ട ഒരു സന്ദർഭമാണുള്ളത്. 7-ലെ വ്യാഴത്തെ കൊണ്ടുള്ള അംഗീകാരങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാ മേഖലയിൽപ്പെട്ടവർക്ക്, പ്രത്യേകിച്ചും ഇവരുടെ ഭരണപരമായും രാഷ്ട്രീയപരമായും മറ്റ് ധനപരമായ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കുമൊക്കെ വളരെയധികം പുരോഗതികൾ ഉണ്ടാവേണ്ട ഒരു വർഷം കൂടിയാണ് അനിഴം നക്ഷത്രമായിട്ടുള്ള വൃശ്ചിക രാശിപ്പെട്ടവർക്ക്. ഇവരുടെ കണ്ടകശനി ഇവർക്ക് കുടുംബ പശ്ചാത്തലം അത്ര അനുകൂലമാക്കുന്നില്ല. വീട്ടിലെ മാനസികാവസ്ഥകളും ബുദ്ധിമുട്ടുകളും ഇവരുടെ മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കുകയും സന്താനങ്ങളെ പറ്റിയുള്ള ചിന്തകൾ, അതിനെപ്പറ്റിയുള്ള വ്യാകുലതകളൊക്കെ ഇവരെ അലട്ടുന്നുണ്ട്. 7-ൽ വ്യാഴം ഉള്ളതുകൊണ്ട് എല്ലാത്തിനും ഒരു പരിഹാരമെന്ന പോലെ ഈശ്വരാധീനം ഉള്ളത് കൊണ്ട് ഇവർ പിടിച്ചു നിൽക്കുകയാണ്. എല്ലാത്തിനും ഒരു കാര്യത്തിനും മുട്ടുവരത്തില്ല. എല്ലാം ഭംഗിയായിട്ടും മംഗളമായിട്ടും നടക്കാനുള്ളൊരു കാലവർഷം കൂടാണ് അനിഴം നക്ഷത്രം വൃശ്ചിക രാശിപ്പെട്ട അനിഴക്കാർക്ക് ഇപ്പോൾ ഉള്ളത്. ഈ കാലഘട്ടം പരമാവധി ഇവർ പ്രയോജനപ്പെടുത്തുകയും ശനി ദശാനാഥനാകയാൽ ഇവർക്ക് ശാസ്താവിനെ ഭജിക്കുന്നതും ഇവരുടെ രാശ്യാധിപനായ ചൊവ്വായെ കൊണ്ട് ഭദ്രകാളി ഭജനം ചെയ്യുന്നതും ഇവരുടെ കുടുംബ ഭദ്രതയ്ക്ക് വളരെ സവിശേഷതകളാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി കുടുംബത്തിലെ കുടുംബാംഗങ്ങളുടെ എല്ലാ നാമധേയത്തിൽ കുടുംബാർച്ചനകൾ കഴിപ്പിക്കുകയും ചുമന്ന തെറ്റിപ്പൂ കൊണ്ട് മാല ചാർത്തുകയും ചുമന്ന പട്ട് ഭദ്രകാളിക്ക് സമർപ്പിക്കുന്നതും ഇവരുടെ ദുഃഖങ്ങളൊക്കെ പരിഹരിച്ച് ഇവർക്ക് നല്ല പുരോഗതി ഉണ്ടാകാനുള്ള ഒരു വർഷമായിട്ടാണ് വൃശ്ചിക രാശി അനിഴം നക്ഷത്രത്തിന് കാണുന്നത്. 7-ൽ വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ട് ധനലാഭവും മറ്റ് കാര്യഗുണങ്ങളും വിദേശവാസം, വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ വളരെയധികം ഗുണങ്ങളും അനുഗ്രഹവും നിറഞ്ഞൊരു വർഷമാണ് സമ്മാനിച്ചിരിക്കുന്നത്. തൃക്കേട്ട നക്ഷത്രം വൃശ്ചികക്കൂറുകാരായ ഇവർക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള പ്രത്യേക ഒരു കഴിവ് ജന്മസിദ്ധമാണ്. ഇവരുടെ കയ്യിൽ നിന്നൊന്നും ചോർന്നു പോകുന്നവരല്ല. വളരെ ആലോചിച്ച് മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിച്ച് സാവധാനം പ്രവർത്തിക്കുന്ന ഒരു സവിശേഷതയാണ് തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ സ്വഭാവം. 4-ൽ ശനിയും 7-ൽ വ്യാഴവും 5-ൽ രാഹുവും സ്ഥിതി ചെയ്യുന്ന ഈ നക്ഷത്രക്കാർക്ക് കുടുംബപരമായിട്ടുള്ള 4-ലെ കണ്ടകശനിയെ കൊണ്ട് ഉണ്ടാവുന്ന ആശുപത്രി കേസ്, മാതാപിതാക്കളുടെ രോഗാതി ദുഃഖങ്ങളിലുള്ള പ്രയാസങ്ങൾ, ഇങ്ങനെയുള്ള പല മാനസിക അസ്വാസ്ഥ്യങ്ങളെ ഒഴിച്ചാൽ 7-ൽ വ്യാഴം ശുഭകരമായിട്ട് നിൽക്കുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളെയും പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നൊരു നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം വൃശ്ചികക്കൂറിൽപ്പെട്ടത്. ഇവർക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്നതിനായിട്ട് കണ്ടകശനി ഇവരെ വിട്ടുമാറാൻ പോവുകയാണ്. 2025 മാർച്ച് 29 ശേഷം ഇവർക്ക് ശനിദോഷങ്ങളെ
പൂർണ്ണമായും മാറ്റിക്കിട്ടുകയും ശനിയുടെ വലയത്തിൽ നിന്ന് ഇവർ രക്ഷപ്പെടുകയും പിന്നീട് വളരെ സ്വസ്ഥമായിട്ടുള്ള ഒരു ഗ്രഹാന്തരീക്ഷം ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും. ഭൂമി, ഗ്രഹം ഇതൊക്കെ മേടിക്കാൻ വളരെ കാലം കൊണ്ട് ആഗ്രഹിക്കുകയും ആ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്ന ഒരു കാലഘട്ടം കൂടാണ് ഈ 2024-25 മെയ് വരെയുള്ള തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ സമയം അനുകൂലമായിട്ടാണ് കാണുന്നത്. അതിന് ചെയ്യേണ്ടത് അവരുടെ കുടുംബക്ഷേത്രത്തിൽ, കുടുംബ പരദേവതാ ക്ഷേത്രത്തിൽ അവനവൻ്റെ ധർമ്മദൈവ സ്ഥാനത്ത് പോയി യോഗീശ്വരൻ, ഭഗവതി അങ്ങനെയുള്ള ദേവതമാരെ പ്രസാദിപ്പിക്കുകയും അവർക്ക് ഒരു നേരത്തെ പൂജകൾ അർപ്പിക്കുകയും അവിടെ യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതിലൂടെയും ഈ തൃക്കേട്ട നക്ഷത്രം വൃശ്ചികക്കൂറുകാർക്ക് അനുകൂലമായ ഒരു വർഷമാണ് ഫലത്തിൽ കാണുന്നത്. 5ലെ രാഹുവിനെ കൊണ്ടുള്ള മാനസിക ടെൻഷൻ, സമ്മർദ്ദങ്ങളൊക്കെ കുറയ്ക്കാനും വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതിനായിട്ടും രാഹുവിന് നാരങ്ങാ വിളക്ക് സമർപ്പിക്കുകയും രാഹു ക്ഷേത്രത്തിൽ നവഗ്രഹത്തിൽ രാഹുവിന് പൂജകൾ കഴിപ്പിക്കുന്നതിലൂടെ തൃക്കേട്ട നക്ഷത്രത്തിന് വളരെ അനുകൂലമായിട്ടുള്ളൊരു സാധ്യതയുള്ളൊരു വർഷമായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ അവരൊരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുകയും ഈ 2024 മെയ് മാസം മുതലാണ് ഇവരൊന്ന് പച്ച പിടിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് ഇവരുടെ പ്രശ്നങ്ങളൊക്കെ മാറി ഇവർ നല്ലൊരു ഉയർച്ചയിലേക്ക് എത്താൻ സാധ്യതയുള്ളൊരു നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം. ഇപ്പോൾ ഉള്ളതിന് ഈ പരിഹാരവും കുടുംബ ഭജനങ്ങളും പരദേവതാ പ്രീതിയൊക്കെ വരുത്തിക്കഴിഞ്ഞാൽ പല ആഗ്രഹങ്ങളും സാഫല്യമാകും. എല്ലാ മേഖലയിൽപ്പെട്ടവർക്കും അവർക്ക് പുരോഗതിയും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ തൃക്കേട്ട നക്ഷത്രത്തിന്, വിവാഹം നടക്കേണ്ടവർക്ക് വിവാഹം നടക്കുന്ന കാലം കൂടാണ് ഇപ്പം വന്നിരിക്കുന്നത്. വളരെ സാധ്യതയുള്ളൊരു നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം. മൂലം നക്ഷത്രം ധനുരാശിപ്പെട്ട ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകത ഉദാര ഹൃദയഭാവമാണ് ഇവരുടെ ഒരു പ്രത്യേകത. മറ്റുള്ളവരോട് വലിയ ബഹുമാനം പുലർത്താനും മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ കൊടുക്കാനും ഉള്ളൊരു കഴിവ് ജന്മസിദ്ധമായി ഈ മൂലം നക്ഷത്രക്കാർക്ക് സിദ്ധിച്ചിരിക്കുകയാണ്. ഈ മൂലം നക്ഷത്രത്തിൽപ്പെട്ട ധനുക്കൂറുകാർക്ക് വ്യാഴം 6ൽ സഞ്ചരിക്കുകയും 4ൽ രാഹു സഞ്ചരിക്കുന്ന കാലഘട്ടവും ശനി 3ലുമാണ് സ്ഥിതി ചെയ്യുന്നത്. 6ലെ വ്യാഴം ഇവർക്ക് പലതരത്തിലുള്ള ശാരീരിക അസ്വാസ്ഥ്യങ്ങളും ദേഹപീഡകളും ബന്ധുക്കള്, വേണ്ടപ്പെട്ടവരൊക്കെ സുഹൃത്തുക്കളായിട്ടിരുന്നവർ വരെ ഇപ്പം എതിർദിശയിലേക്ക് സഞ്ചരിക്കുന്ന ഒരവസ്ഥയാണ് ഒരു കാരണവുമില്ലാതെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലവർ വിഷമിക്കേണ്ട കാര്യമില്ല. 2024 മെയ് തൊട്ടാണ് ഈ സമയദോഷം അവരെ ബാധിച്ചിരിക്കുന്നത്. 2025 മെയ് കഴിയുമ്പോൾ അതിന് മാറ്റം ഉണ്ടാവുകയും അതിൻ്റെ കാഠിന്യം ഒരു 8 മാസം കഴിയുമ്പോൾ തന്നെ ഇവർക്ക് ഇതൊക്കെ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. മൂലം നക്ഷത്രക്കാർക്ക് 6ലെ വ്യാഴത്തിൻ്റെ അനിഷ്ടം മാറാനായിക്കൊണ്ട് ബന്ധനത്തിൽപ്പെടാനുള്ള യോഗം, ബന്ധനങ്ങൾ, തടസ്സങ്ങൾ ഉണ്ടാവുക, വിദേശത്തുള്ളവരായാലും അവരവരുടെ ആ ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക, തടസ്സങ്ങൾ വരിക, ജോലി ചെയ്യുന്നിടത്തുണ്ടാവുന്ന അഭിമുഖീകരിക്കേണ്ടി വരുന്ന ആ ബന്ധനങ്ങളെയൊക്കെ മാറുന്നതിനായി മഹാവിഷ്ണുവിൻ്റെ സുദർശന മന്ത്രത്തെ കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന മന്ത്ര പുഷ്പാഞ്ജലികൾ കഴിപ്പിക്കുന്നതും മഹാവിഷ്ണുവിന് താമരപ്പൂ സമർപ്പിക്കുക, ഈ വഴിപാടുകളിലൂടെ ഈ മൂലം നക്ഷത്രക്കാർക്ക് ഈ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യാൻ സാധിക്കും. 4ലെ രാഹുവാണ് ഇവർക്ക് ഗ്രഹപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. വീട് പണി, പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇതിനെല്ലാം തടസ്സപ്പെടുത്തി നിർത്തിയിരിക്കുന്നത്. 2025 മെയ് 18 ശേഷം രാഹുവിൻ്റെ മാറ്റം മൂലം നക്ഷത്രക്കാർക്ക് പ്രയോജനകരമായ ഒരു സാധ്യത തുറന്നു വരുന്ന കാലം മുൻപിലുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു പ്രയാസം മാത്രം മാറുന്നതിനായിട്ട് സുദർശന മന്ത്ര പുഷ്പാഞ്ജലികൾ കഴിപ്പിക്കുകയും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും സർപ്പക്ഷേത്രത്തിൽ പോയി പുറ്റ്, ചിത്രകൂടം, സർപ്പരൂപം, മൊട്ട, വെള്ളിമൊട്ട ഇത് മേടിച്ച് സമർപ്പിക്കുന്നതിലൂടെ ഇവരുടെ എല്ലാ ദോഷങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവുകയും മൂലം നക്ഷത്രം ധനുക്കൂറുകാർക്ക് വരുന്ന വർഷക്കാലം ഗുണകരമായ ഫലങ്ങൾ അനുഭവിക്കാനും പ്രതീക്ഷയോടുകൂടി തന്നെ മുന്നേറാനുമുള്ള എല്ലാവിധ അനുകൂല സാഹചര്യങ്ങളും ഗ്രഹസ്ഥിതിയിലുണ്ട്. ധൈര്യമായി മുമ്പോട്ട് പോകാവുന്നതാണ് മൂല നക്ഷത്രക്കാർക്ക്. പൂരാടം നക്ഷത്രം ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രത്തിന് ദയുള്ളവരാണ് ഇവർ. സമഭാവന ഇവരുടെ പ്രത്യേകതയാണ്. വാത്സല്യം, സൗമ്യ ഗുണങ്ങൾ ഒരുപാട് ഇവർക്ക് ഗുണസ്വഭാവങ്ങളുമാണ്. സ്നേഹിതന്മാർ ധാരാളം ഉണ്ടാകും. ഒരു കാരണവശാലും നിരാശയ്ക്ക് ഒരു അനുഭവം ഉണ്ടാവാത്ത നക്ഷത്രം കൂടാണ് പൂരാടം നക്ഷത്രം. എന്ത് കഷ്ടപ്പാടിനെയും അതിജീവിക്കാനുള്ളൊരു കഴിവ് പൂരാടം നക്ഷത്രത്തിൻ്റെ ജന്മസിദ്ധമായ ഒരു കഴിവ് തന്നെയാണ്. 6ൽ വ്യാഴവും 4ൽ രാഹുവും
മൂന്നിൽ ശനിയും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. 6 വ്യാഴത്തെ കൊണ്ടുണ്ടാവുന്ന ചില തടസ്സങ്ങൾ, കാര്യവിഘ്നങ്ങൾ ഉണ്ടാവുക. 4 ഭാവാധിപനാണ് 6 പോയി നിൽക്കുന്നത്. അപ്പം വീട് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, താമസിക്കുന്ന സ്ഥല സംബന്ധമായ പ്രശ്നങ്ങൾ, അവിടെ ഉണ്ടാവുന്ന അസ്വസ്ഥതകൾ, മാത്രമല്ല നമുക്ക് സഹകരിക്കുന്നവർ തന്നെ പെട്ടെന്ന് വിരോധത്തിലാവുന്നൊരവസ്ഥയും ഇവരിൽ കാണാവുന്നതാണ്. 4 രാഹുവിനെ കൊണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠനം തടസ്സപ്പെട്ടു പോവുക, അത് മന്ദഗതിയിലാവുക, ഉത്സാഹമില്ലായ്മ, പഠനത്തിനോടൊരു ശുഷ്കാന്തിക്കുറവൊക്കെ കാണിക്കുന്ന അവസ്ഥയാണ്. അത് പരിഹരിക്കാനായിട്ട് വിദ്യാർത്ഥികളെ നാമജപങ്ങളും സർപ്പക്ഷേത്രത്തിൽ പോയി സർപ്പങ്ങൾക്കുള്ള വഴിപാടുകളും നാരങ്ങ വിളക്കുമൊക്കെ കത്തിക്കുകയും രാഹുർ പൂജകൾ നടത്തുന്നതിലൂടെയും ഇവർക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. കലാ സാഹിത്യ രംഗത്ത് നിൽക്കുന്നവർക്ക് അവർ ചെയ്ത പല കാര്യങ്ങളും പ്രദർശിപ്പിക്കാൻ പോലും പറ്റാതെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് അവരുള്ളത്. വിഷമിക്കേണ്ട കാര്യമില്ല. അവർക്ക് വരുന്ന 2025 മെയ് മാസം മുതൽ വ്യാഴം അനുകൂല ഭാവത്തിലേക്ക് വരികയും ഇവരെ തേടി വരുന്ന പ്രശസ്തി, അംഗീകാരങ്ങൾ, നല്ല ഫലങ്ങൾ ഇവർക്കുണ്ടാവുക തന്നെ ചെയ്യും. അതിന് ഇപ്പോൾ അവർ ഈ സമയദോഷത്തെ അതിജീവിക്കുകയാണ് വേണ്ടത്. 6 വ്യാഴത്തെ കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള ശ്രീരാമസ്വാമിയെ ഭജിക്കുകയും ശ്രീരാമക്ഷേത്രത്തിൽ പോയി രാമനുള്ള വഴിപാടുകൾ അർപ്പിക്കുകയും മാല ചാർത്തുക, ശ്രീരാമ മന്ത്രം കൊണ്ട് അവൽ നിവേദ്യം കഴിപ്പിക്കുകയും ശ്രീരാമസ്വാമിയുടെ ഭക്തനായ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതിലൂടെ പൂരാട നക്ഷത്രം ധനുക്കുറിപ്പെട്ടവരുടെ പ്രതിസന്ധികളൊക്കെ മാറി 2025 മെയ് മാസം മുതൽ ഇവർക്ക് നല്ലൊരു കാലഘട്ടം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവരെ ശനി ബാധിച്ചിട്ടില്ല പൂരാട നക്ഷത്രക്കാർക്ക്. എന്നാൽ 2025 മാർച്ച് 29 മുതൽ ശനി 4-ാം ഭാവത്തിലേക്ക് വരുന്നത് ഇവർക്ക് സ്ഥാനചലനം ഉണ്ടാകാൻ ഒരു കണക്കിന് നല്ലതുമാവും. നിൽക്കുന്ന ജോലിയിൽ നിന്നും മാറി മറ്റൊരു ജോലിയിലേക്ക് പോകാനും ആ സ്ഥലത്ത് നിന്നും മാറി മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യാനും ഒക്കെ, വീട് വിട്ടുമാറി അടുത്ത ഗൃഹം നിർമ്മാണം ചെയ്യുന്നതിനും ഒക്കെയുള്ള സാധ്യതകൾ ഇവരിൽ തെളിഞ്ഞു വരുന്നുണ്ട്. പൂരാട നക്ഷത്രത്തിന് ധനുക്കൂറുകാർക്ക് ഇപ്പോൾ ഉള്ള ആ സമയദോഷത്തെ പരിഹരിച്ച് അതിനുള്ള ശാന്തി കർമ്മങ്ങളും അനുഷ്ഠിച്ചാൽ വരാൻ പോകുന്ന നല്ലൊരു പ്രതീക്ഷ കാലയളവ് ഇവർക്ക് ഉണ്ട്. 2025 മെയ് മാസം മുതൽ ഇവരുടെ സമയത്തിൽ നല്ല മാറ്റങ്ങളും ഉണ്ടാവുന്നതാണ്. ഉത്രാട നക്ഷത്രം ധനുക്കൂറിൽപ്പെട്ട ഇവരുടെ പ്രത്യേകത, സംസ്കാര സമ്പന്നരാണിവർ. കാര്യഗ്രഹണ സാമർഥ്യമുള്ളവരും പ്രൗഢമായ ചിന്തകളുള്ളവരും സൗമ്യമായ മുഖഭാവവും ആകർഷണമായ സംഭാഷണവും ഇവരുടെ പ്രത്യേകതകളാണ്. 6 വ്യാഴവും 3 ശനിയും 4 രാഹുവും സഞ്ചരിക്കുന്നതാണ് ഉത്രാട നക്ഷത്രം ധനുക്കൂറിൽപ്പെട്ട ഉത്രാട നക്ഷത്രത്തിന്. ഈ ഒരു കാലഘട്ടം 6 വ്യാഴം നമുക്ക് പൊതുവെ ദോഷകരമായിട്ട് നിൽക്കുന്നെങ്കിലും ആ തടസ്സങ്ങൾ അനവധി ഉണ്ടാവുന്നെങ്കിലും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ, മറ്റ് പ്രതിസന്ധികൾ, രോഗ ദുരിതാവസ്ഥകൾ, ആദിത്യൻ ദശാനാഥനായിട്ടുള്ളവ ഇവർക്ക് ഭാഗ്യം വരുന്ന ഭാഗ്യത്തെ പോലും തട്ടിമാറിപ്പോവുകയും അത് വെച്ച് നീട്ടിയിട്ട് പോലും കിട്ടാത്തൊരവസ്ഥയുമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. എന്നാൽ 2025 മെയ് മാസം മുതൽ ഇത് മാറുകയും ഇവർക്ക് ലഭിക്കാനുള്ളതും ഇവർക്ക് കിട്ടേണ്ടതുമായ എല്ലാ സൗഭാഗ്യങ്ങളെയും പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു നൽകുന്ന നല്ലൊരു കാലഘട്ടം ഉത്രാട നക്ഷത്രം ധനുക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോഴത്തെ അവരുടെ വിഷമാവസ്ഥകളൊക്കെ മാറുന്നതിനായിക്കൊണ്ട് ശിവഭഗവാനെ പ്രീതിപ്പെടുത്തുക, അവരുടെ ദശാനാഥനായ മഹാദേവന് ജലധാര, അഘോരമന്ത്രം കൊണ്ട് അർച്ചനകളും അതുപോലെ ഭാഗ്യസിദ്ധിക്കായിക്കൊണ്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലികൾ ശിവക്ഷേത്രത്തിൽ പോയി എരിക്കിൻ്റെ പൂവ്, തുമ്പപ്പൂവ്, കൂവളത്തില ഇതുകൊണ്ടൊക്കെ കഴിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കിപ്പോൾ ഉണ്ടാവുന്ന ഉത്രാട നക്ഷത്രത്തിൻ്റെ ധനുക്കൂറുകാരുടെ പ്രതിസന്ധികളൊക്കെ മാറി എല്ലാവിധ ഭാഗ്യ ഗുണങ്ങളും ഉത്രാടം ധനുക്കൂറുകാർക്ക് എല്ലാ മേഖലയിൽപ്പെട്ടവർക്കും നല്ലൊരു സമയത്തിലേക്ക് പോകാൻ സാധിക്കും. എന്നാൽ 2025 മാർച്ച് 29 മുതൽ കണ്ടകശനി ആരംഭിക്കുകയാണ്. അത് ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് മുമ്പോട്ട് ചുവട് വെക്കുക. ശനി ഭജനങ്ങളും
കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടു പോവുക. ഈ ശനി ദോഷകാരിയല്ല. വ്യാഴക്ഷേത്രത്തിലെ ശനി ആയതുകൊണ്ട് സാമ്പത്തികപരമായും ഭൂമി, ഗ്രഹം, വാഹനം തുടങ്ങിയ നല്ല ഗുണഫലങ്ങളും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് പഠനം മെച്ചപ്പെടുത്താനും അനുകൂലമായൊരു ഭാവി കാണുന്നുണ്ട്. ഉത്രാടം നക്ഷത്രം തന്നെ മകരക്കൂറിൽപ്പെട്ട ഉത്രാടം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുകയും 5-ൽ വ്യാഴം സഞ്ചരിക്കുകയും 2-ൽ ശനി സഞ്ചരിക്കുകയും 3-ൽ രാഹു നിൽക്കുന്ന കാലഘട്ടമാണ് ഉത്രാടം നക്ഷത്രം മകരക്കൂറുകാർക്ക്. ആ മകരക്കൂറിൽപ്പെട്ട ഉത്രാടം നക്ഷത്രക്കാർക്ക് 5-ലെ വ്യാഴത്തെ കൊണ്ട് വളരെ കാലമായിട്ട് അവർ സ്വപ്നം കണ്ട് നടക്കുന്ന സന്താന സിദ്ധി ഉണ്ടാവുകയും സന്താനങ്ങളിൽ നിന്ന് ഗുണങ്ങൾ ഉണ്ടാവുക, മക്കള് നല്ല ജോലി ലഭിക്കുക, അവര് നല്ലൊരു നിലയിലെത്തുക, ഇതൊക്കെ കാണാനും പറ്റുന്നൊരു സന്ദർഭം കൂടാണ് ഉത്രാടം മകരക്കൂറുകാർക്ക് ഇപ്പോൾ ഉള്ളത്. ആ മകരൻ രാശിപ്പെട്ടവർക്ക് ഉത്രാടം നക്ഷത്രത്തിന് പുതിയ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക, വിഷ്ണു ഭഗവാന് വിഷ്ണു സഹസ്രനാമ അർച്ചനകൾ കഴിപ്പിക്കുക. 7-ര ശനി ഇവർക്ക് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം നക്ഷത്രത്തിന് ഇപ്പോൾ ഉണ്ട്. ആ 7-ര ശനി 2025 മാർച്ച് 29 മുതൽ ഇവർ 7-ര ശനിയിൽ നിന്നും മുക്തരാവുന്നവരുമാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം നക്ഷത്രക്കാര്. അവർക്ക് ഇപ്പോഴത്തെ ആ ശനി നിൽക്കുന്നതുകൊണ്ടുള്ള ധനനഷ്ടം, അതായത് ചെലവുകൾ വർദ്ധിക്കുക, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പറയുന്ന വാക്ക് മൂലം ഉണ്ടാകുന്ന വിപത്തുകൾ ഉണ്ടാകും. ഒരാളോട് ഒരു കാര്യം സത്യസന്ധമായി പറഞ്ഞാൽ തന്നെ അത് അവർ തെറ്റിദ്ധരിക്കുകയും അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇവരിപ്പോൾ അഭിമുഖീകരിക്കുന്നവരാണ് ഉത്രാടം മകരക്കൂറിൽപ്പെട്ടവർ. അതിനെ പരിഹരിക്കുന്നതിനായിക്കൊണ്ട് അവർ വേണ്ടുന്നതായ ഈശ്വരവചനങ്ങളും നീരാഞ്ജനാദികളും ധർമ്മശാസ്താവിന് ശനി പൂജകളും കഴിപ്പിക്കുന്നതിലൂടെ ഈ ദോഷത്തെ മാറിക്കിട്ടും. വരാൻ പോകുന്ന കാലഘട്ടങ്ങളും വരുന്ന 2024 മെയ് തൊട്ട് 2025 മെയ് വരെ മകരക്കൂറിലെ ഉത്രാടം നക്ഷത്രത്തിന് അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ് കാണുന്നത്. തിരുവോണം നക്ഷത്രം മകരക്കൂറിൽപ്പെട്ട ഈ നക്ഷത്രക്കാർക്ക് ഒറ്റ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുക എന്നുള്ള ഇവരുടെ സവിശേഷതയാണ്. സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ളൊരു കഴിവ് ഇവർക്ക് ജന്മസിദ്ധമായി ലഭിച്ചിരിക്കുന്നതാണ്. എന്തിനും കൺഫ്യൂഷനും ചെയ്യാനുള്ള ആ ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലമാണ് ഈ നക്ഷത്രക്കാരുടെ ഒരു കുഴപ്പം. അത് പരിഹരിക്കപ്പെട്ടാൽ ഇവർ ധൈര്യമായി മുമ്പോട്ട് നീങ്ങാവുന്നതേ ഉള്ളൂ. തിരുവോണം നക്ഷത്രത്തിന് ഇപ്പോൾ 5-ൽ വ്യാഴം, 2-ൽ ശനി, 3-ൽ രാഹു നിൽക്കുന്ന കാലഘട്ടമാണ്. 2024 മെയ് തൊട്ട് 2025 മെയ് വരെ ഇവർക്ക് അനുകൂലമായിട്ടുള്ളൊരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത്. ഇവരുടെ ദശാനാഥനായിട്ടുള്ള ചന്ദ്രൻ അനുകൂല ഭാവത്തിൽ വരികയും മാനസികമായ സംഘർഷങ്ങൾ ഇവർക്ക് പലതുണ്ടായാലും അതിനെ അതിജീവിക്കുന്ന നക്ഷത്രം കൂടാണ് തിരുവോണം നക്ഷത്രക്കാർ. 5-ലെ വ്യാഴത്തെ കൊണ്ട് ഇവർക്കൊരു ഈശ്വരാധീനം ഉണ്ടാവുകയും പ്രജ്ഞ, പ്രതിഭാശക്തി, പുതിയ കഴിവുകൾ ഉള്ള ബുദ്ധിയെ പ്രയോജിപ്പിക്കുക, പുതിയ നൂതനമായ കണ്ടുപിടുത്തങ്ങൾ നടത്തുക, അങ്ങനെ ഗവേഷണ പല താല്പര്യങ്ങളിലും ഇവര് മുന്നിട്ടിറങ്ങുന്ന നക്ഷത്രക്കാരാണ് തിരുവോണം മകരൻ രാശിപ്പെട്ടവര്. ഈ നക്ഷത്രക്കാർക്ക് 7-ര ശനി 2-ൽ ബാധിച്ചിട്ട് 2.5 കൊല്ലത്തോളം ആകുന്നു. 2025 മാർച്ച് 29 ശേഷം ഇവരുടെ 7-ര ശനി മാറുകയും ഇവരുടെ കാര്യങ്ങൾ, ഇവർക്ക് സാമ്പത്തികപരമായിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കപ്പെട്ട് ബാധ്യതകൾ, കടങ്ങൾ, ഇതിൽ നിന്നൊക്കെ മുക്തി ഉണ്ടാവുകയും അവർക്ക് കുറച്ചൊക്കെ സേവിങ് ചെയ്യാനുള്ളൊരു കാലഘട്ടം തുറന്നു വരുന്നുമുണ്ട്. അതിനുള്ള അനുകൂല സമയം ആരംഭിക്കുകയാണ് തിരുവോണം നക്ഷത്രക്കാർക്ക്. 2025 മെയ് മാസം 18 തീയതി രാഹുവിൻ്റെ പകർച്ച ഈ നക്ഷത്രക്കാർക്ക് 2-ലേക്ക് വരികയും അപകീർത്തികൾ വരാതെ സൂക്ഷിക്കുക, സ്ത്രീ സംബന്ധമായ പല വിഷയങ്ങളിൽ ചെന്ന് പെടാതെയും സൂക്ഷിക്കേണ്ടതാണ് തിരുവോണം നക്ഷത്രക്കാർ. വിവാഹാദി കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവർക്ക് ഉത്തമ മംഗല്യം നടക്കേണ്ട കാലവർഷം കൂടാണിപ്പം. മുമ്പ് ഗൃഹനിർമ്മാണം, ഭവനം, വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കുമൊക്കെ ഇപ്പോൾ അനുകൂലമായ സാഹചര്യമാണ് തിരുവോണ നക്ഷത്രത്തിനുള്ളത്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലും മാർക്കറ്റ്, ഷെയർ ഹോൾഡേഴ്സ്, ഓഹരി വിപണി തുടങ്ങിയവയിൽ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു വർഷം കൂടാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനനുകൂലമായൊരു ഫലം ഇവരുടെ മുമ്പിൽ എത്തുകയും അതുപോലെ തന്നെ IT മേഖലയിൽപ്പെട്ടവർക്ക് അവർക്ക് കർമ്മത്തിൽ കുറച്ചുകൂടെ പുരോഗതി ഉണ്ടാവുകയും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക്
ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നൊരു വർഷം കൂടിയാണിത്. വിദേശത്ത് തന്നെ നിന്ന് അവർക്ക് അവിടുത്തെ സ്ഥിര അംഗത്വം ലഭിക്കേണ്ടതായ തിരുവോണ നക്ഷത്രക്കാർക്ക് അത് കിട്ടാനുള്ള സാധ്യതയും ഈ ഒരു വർഷം വളരെ അനുകൂലമായി കാണുന്നുണ്ട്. തിരുവോണം നക്ഷത്രത്തിൽപ്പെട്ടവർ ചന്ദ്രഭഗവാനായിട്ടുള്ള ദുർഗാദേവിയിൽ ഭജിക്കുകയും ഗണപതി ഹോമം, ഭഗവതി സേവയൊക്കെ അവരുടെ നക്ഷത്ര ദിവസം ചെയ്യുന്നതും ഇവർക്ക് ഇപ്പോൾ ഉള്ള ഈ ദശാസന്ധി എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിച്ച് ഈ ഗ്രഹപീഠങ്ങളിൽ നിന്ന് ഒഴിവായി അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാകാൻ കാലഘട്ടം നല്ലതായി കാണുന്നുണ്ട്. തിരുവോണം നക്ഷത്രത്തിന് ഈ സമയപ്രകാരം അനുകൂലമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയൊരു വർഷമാണ് വന്നിരിക്കുന്നത്. അവിട്ടം നക്ഷത്രം മകരക്കൂറുകാര് സാമർഥ്യമുള്ളവരും അറിവുകൊണ്ട് ബുദ്ധി കൊണ്ടും അനുഗ്രഹീതരാണ് അവിട്ടം നക്ഷത്രക്കാർ. തനിക്കറിയാവുന്ന കാര്യങ്ങൾ വേണ്ട പോലെ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവ് ഇവരുടെ ജന്മസിദ്ധമാണ്. സ്വന്തം കഴിവിൽ പൂർണ്ണ വിശ്വാസമുള്ളവരാണ് അവിട്ടം നക്ഷത്രക്കാരുടെ പ്രത്യേകത. അവിട്ടം നക്ഷത്രം മകരക്കൂറിൽപ്പെട്ട അവിട്ടത്തിനിപ്പോൾ 5-ൽ വ്യാഴവും 2-ൽ ശനിയും 3-ൽ രാഹുവും സഞ്ചരിക്കുന്ന ഗ്രഹസ്ഥിതിയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കിപ്പോൾ 5-ലെ വ്യാഴത്തെ കൊണ്ടുണ്ടാവുന്ന ഗുണഫലങ്ങൾ, അതായത് മനസ്സിൽ കുറെ നാളായിട്ട് ആഗ്രഹിച്ച പല കാര്യങ്ങളും നടപ്പിലായി വരികയും സാമ്പത്തികപരമായും ഉണ്ടാവുന്ന അസ്വസ്ഥതകൾ, 7-ര ശനിയുടെ ദോഷം ഇവരെ ബാധിച്ചിട്ടുണ്ടെങ്കിലും ആ 7-ര ശനി ദോഷത്തിനൊരു വിരാമം ഇടുകയാണ് 2025 മാർച്ച് 29 മുതൽ ഇവരെ ബാധിച്ച 7-ര ശനി പൂർണ്ണമായി മാറിക്കിട്ടുകയും മകരൻ രാശിപ്പെട്ട അവിട്ടം നക്ഷത്രത്തിൻ്റെ 7-ര ശനി പൂർണ്ണമായി മാറുകയും അതിനുശേഷം അവർക്ക് നല്ല സാമ്പത്തികപരമായ മെച്ചം ഉണ്ടാവുകയും ധനം കിട്ടാനുള്ളവർ പലരും തരാമെന്ന് പറഞ്ഞ് ഓഫർ ചെയ്തതും നമുക്ക് വന്നു ചേരേണ്ടതും അർഹതപ്പെട്ടതും ആയ നിയമപരമായി ഒക്കെ കിടക്കുന്ന കേസുകളൊക്കെ തീർപ്പിലായി ധനലാഭം സിദ്ധിക്കുന്നതിന് ഈ 7-ര ശനി മാറുന്നത് മകരൻ രാശിപ്പെട്ട അവിട്ടം നക്ഷത്രക്കാർക്ക് അനുകൂലമായ കാലഘട്ടമാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. 5-ലെ വ്യാഴവും അവർക്ക് ഗുണഫലത്തെ ചെയ്യുന്നു. 3-ലെ രാഹു സുഹൃത്തുക്കള്, സഹായവൃന്ദങ്ങള് ഇവരിൽ നിന്നുണ്ടാവുന്ന ചില അസ്വസ്ഥതകളൊക്കെ പരിഹരിക്കുകയും ആ 3-ലെ രാഹു 2-ലേക്ക് വരുന്നത് ഇവർക്ക് കുറച്ചുകൂടെ ഗുണകരമായൊരവസ്ഥ സൃഷ്ടിക്കുന്നതിനും സാധ്യതയുള്ളതാകുന്നു. അവിട്ടം നക്ഷത്രക്കാർക്ക് മകരക്കുറിൽപ്പെട്ട അവിട്ടം നക്ഷത്രത്തിനും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനപരമായി ഇപ്പോൾ ഇച്ചിരി പുറകിൽ നിൽക്കുന്നവർക്ക് ഈ വരുന്ന 2025 മാർച്ചിന് ശേഷം നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള വിദ്യാ പുരോഗതി ലഭിക്കുന്നതിനുള്ള സമയം കൂടെ ആഗതമായിരിക്കുകയാണ്. അവർക്ക് എന്നാ ബുദ്ധിശക്തിയും കഴിവുകളും ഒക്കെ ഉണ്ടെങ്കിലും വേണ്ടുന്ന സമയത്ത് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല. ആ ദോഷപരിഹാരമായിട്ട് മകരൻ രാശിപ്പെട്ട അവിട്ടം നക്ഷത്രക്കാര് ചെയ്യേണ്ടത് അവരുടെ ദശാനാഥനായ ചൊവ്വായെ കൊണ്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ കാളി കവച മന്ത്രം കൊണ്ട് ചുമന്ന പുഷ്പങ്ങൾ കൊണ്ട് അർച്ചനകളൊക്കെ കഴിപ്പിക്കുക, ചുമന്ന പട്ട് സമർപ്പിക്കുന്നതും കടുംപായസം ഭഗവതിക്ക് നിവേദിക്കുന്നതൊക്കെ വളരെ വിശേഷമാണ്. അവരുടെ പ്രതിസന്ധികളൊക്കെ മാറിക്കിട്ടും. അവിട്ടം നക്ഷത്രം തന്നെ കുംഭൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് കുംഭക്കൂറുകാരാണ് അവിട്ടം നക്ഷത്രം. ആ കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം നക്ഷത്രത്തിന് 4-ൽ വ്യാഴവും ജന്മശനിയും 2-ൽ രാഹുവും നിൽക്കുന്ന കാലഘട്ടമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കുംഭക്കൂറുകാരായ അവിട്ടം നക്ഷത്രക്കാർക്ക് ഗൃഹനിർമ്മാണം, വസ്തു, വീട് തുടങ്ങിയ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന കാലഘട്ടം കൂടാണ്. വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിന്ന കുട്ടികളെല്ലാം ഇപ്പോൾ വിദ്യാർത്ഥികൾ പുരോഗമനത്തിലേക്ക് എത്തുകയും അവർ നല്ല മാർക്കും നല്ല വിദ്യയിൽ അഭിവൃദ്ധി ഉണ്ടാവുന്ന ഒരു കാലവർഷം കൂടാണ് വന്നിരിക്കുന്നത്. 2024 മെയ് മാസം മുതൽ 2025 മെയ് വരെയും ഇവർക്ക് അനുകൂലമായ കാലഘട്ടമാണ് കാണുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം സരസ്വതി കടാക്ഷം ഇവരിലുണ്ട്. ജന്മശനിയുടെ ദോഷങ്ങൾ കുംഭരാശിപ്പെട്ട അവിട്ടം നക്ഷത്രക്കാർക്ക് ജന്മത്തിലെ ശനിയാണ്. വേണ്ടപ്പെട്ടവരുടെ വിയോഗം സംഭവിക്കാം, സുഹൃത്തുക്കൾ വഴിമാറിപ്പോകാം. ആ ഒരു വിഷമങ്ങളൊക്കെ ഇവരെ ആത്മാർത്ഥമായി മാനസികമായി അലട്ടുന്നുണ്ട്. അതിനെ പരിഹരിക്കുന്നതിനായിട്ട് ജന്മശനി ദോഷം മാറുന്നതിനായിട്ട് നല്ലെണ്ണ തേച്ച് കുളിക്കുക, നല്ലെണ്ണ കൊണ്ട് ധർമ്മശാസ്താവിന് അഭിഷേകം കഴിപ്പിക്കുക, ശബരിമല ധർമ്മശാസ്താ ക്ഷേത്ര ദർശനങ്ങളൊക്കെ ചെയ്യുന്നതും ഇവരുടെ ജന്മശനിയുടെ കാഠിന്യത്തെ കുറയ്ക്കാൻ സാധിക്കും. കാലിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇവർക്ക് പരിഹരിക്കുന്നതിനായിട്ട് ഒരു ആളുരൂപം മേടിച്ച് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും ഇവരുടെ ദോഷത്തിൻ്റെ കാഠിന്യത്തെ കുറയ്ക്കും.
വരാൻ പോകുന്ന ഒരു വർഷം അവിട്ടം നക്ഷത്രം മകരക്കൂറിൽപ്പെട്ടതും കുംഭക്കൂറിൽപ്പെട്ടതുമായ അവിട്ടം നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഒരു സാഹചര്യം തന്നെയാണ് തുറന്നു കാണുന്നത്. അവർക്ക് ധൈര്യമായി അവരേർപ്പെടുന്ന കാര്യങ്ങളിൽ വിശ്വാസത്തോടുകൂടിയും ഭയഭക്തി ആദരവോടുകൂടിയും മുന്നേറാൻ സാധിക്കുമെന്നുള്ള ഒരു ഫലമാണ് അവിട്ടം നക്ഷത്രത്തിന് വളരെ ഗുണകരമായ സാധ്യതകൾ കാണുന്നുണ്ട്. ചതയം നക്ഷത്രം കുംഭരാശിപ്പെട്ട നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവം ഇവരുടെ ഒരു സവിശേഷതയാണ്. അറിവ് വളരെ കൂടുതലാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. സ്വതന്ത്രമായ ചിന്താഗതി ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ജീവിതത്തിൽ പലതരത്തിലുള്ള സ്ഥിര പ്രയത്നം കൊണ്ട്, സ്ഥിരമായ കഠിനാധ്വാനം കൊണ്ട് ജീവിത വിജയം കൈവരിക്കുന്നവരാണ് ചതയം നക്ഷത്രമായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക്. ചതയത്തിന് പ്രത്യേകത പഴമയെ താല്പര്യപ്പെടുന്നവരാണ് ഇവർ. പഴയ കാര്യങ്ങളെപ്പറ്റി, പഴയ സാധനങ്ങളെപ്പറ്റി ഇവർക്ക് വളരെയധികം താല്പര്യം ജനിക്കുന്നവരാണ് ചതയം നക്ഷത്രക്കാർ. കുംഭരാശിപ്പെട്ടവരാണ് ചതയം നക്ഷത്രക്കാർ. 4-ൽ വ്യാഴവും 2-ൽ അതായത് സർപ്പവും ജന്മത്തിൽ ശനിയും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ഇവർക്കുള്ളത്. ആ ജന്മശനി മാറി ഇവരുടെ 2-ാം ഭാവത്തിലേക്ക് ശനി സഞ്ചരിക്കാൻ പോവുകയാണ്. 2025 മാർച്ച് 29 ശനിയുടെ മാറ്റം ഇവർക്ക് ശാരീരികമായിട്ടുണ്ടാവുന്ന അസ്വാസ്ഥ്യങ്ങൾ, ദേഹവിഷയങ്ങളിൽപ്പെട്ട് പ്രയാസപ്പെടുന്ന ചതയം നക്ഷത്രക്കാർക്ക് പൊതുവെ ഒരു മാറ്റം ഉടൻ തന്നെ ലഭ്യമാകുന്നതാണ്. 4-ലെ വ്യാഴത്തെ കൊണ്ട് ഇവർക്ക് ദീർഘായുസ്സും അതുപോലെ തന്നെ ഇവര് തുടങ്ങിവെച്ച എല്ലാ കാര്യങ്ങളും കർമ്മപരമായിട്ടും തൊഴിലിലും മറ്റ് വ്യാപാരം വ്യവസായങ്ങൾ ഈ മേഖലയിലൊക്കെ നിൽക്കുന്നവർക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉന്നതമായ വിജയം കൈവരിക്കാൻ പറ്റിയൊരു കാലഘട്ടം കൂടാണ് ചതയം നക്ഷത്രത്തിന് ഇപ്പോൾ അനിവാര്യമായിട്ടുള്ളത്. ചതയം നക്ഷത്രം കുംഭരാശിപ്പെട്ടവർക്ക് ഈ വരുന്ന വർഷക്കാലയളവ് വളരെയധികം ഗുണങ്ങൾ ഉണ്ടാവുകയും സാമ്പത്തികപരമായിട്ടും മറ്റ് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും പദവി അംഗീകാരങ്ങളും ലഭിക്കുന്നതിനുമൊക്കെ നല്ലൊരു കാലവർഷമായി കാണുന്നു. പൂരിട്ടാതി നക്ഷത്രം കുംഭക്കൂറിൽപ്പെട്ട പൂരിട്ടാതി നക്ഷത്രത്തിന് ലോക ശ്രദ്ധയെ ആകർഷിക്കാനുള്ള കഴിവ് ഇവരിൽ ജന്മസിദ്ധമാണ്. പുതിയ ആശയങ്ങളും പുതിയ പുതിയ കാര്യങ്ങളെപ്പറ്റി അറിയുവാനുള്ള വ്യഗ്രതയും ഇവരുടെ ഒരു പ്രത്യേക വൈശിഷ്ട്യം തന്നെയാണ്. അതുപോലെ പൂരിട്ടാതി നക്ഷത്രം കുംഭരാശിപ്പെട്ടവർക്ക് ഇപ്പം 4-ൽ വ്യാഴവും 2-ൽ സർപ്പവും ജന്മത്തിൽ ശനിയും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. വളരെയധികം ഗുണങ്ങളുണ്ടാക്കാനും മെച്ചങ്ങളുണ്ടാക്കാനും പറ്റിയൊരു കാലവർഷമാണ്. പുതിയ നൂതനമായ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് അവർക്ക് ഈ വർഷം പുതിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാനും, ബിസിനസ്സായാലും മറ്റ് പ്രവർത്തന മേഖലകളായാലും, ഇനി ജോലി ആഗ്രഹിക്കുന്നവർക്ക് നിലവിലുള്ളതിനെക്കാട്ടിലും മെച്ചപ്പെട്ടൊരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും മറ്റ് രാജ്യങ്ങളിലേക്കോ അല്ലെ അവർ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വേറെ ഉന്നതമായ ജോലിയിലേക്ക് പ്രവർത്തിക്കുന്നുകൊണ്ടും യാതൊരു ദോഷവുമില്ല. അവർക്കത് അനുകൂല ഫലമേ ചെയ്യത്തുള്ളൂ. അവർ പരിഭ്രമപ്പെടാതെ പൂരിട്ടാതി നക്ഷത്രം കുംഭരാശിപ്പെട്ടവർക്ക് നല്ലൊരു കാലഘട്ടമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ജന്മശനിയുടെ ദോഷം അവരെ ബാധിക്കുന്നുണ്ട്. ആ ജന്മശനിക്ക് ഉണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകളെ കൊണ്ട് അവർക്കതിന് പരിഹാരമായിട്ട് ശനി ഭജനങ്ങളും ശാസ്താവിനുള്ള വഴിപാടുകളും നീലപ്പട്ട് സമർപ്പിക്കുകയും ശനിദോഷ നിവാരണാർത്ഥം എള്ള് സമർപ്പിക്കുന്നതുമൊക്കെ ഇവരുടെ ദോഷത്തിൻ്റെ ശക്തി കുറയ്ക്കുകയും നല്ല ഫലങ്ങൾ അനുഭവയോഗ്യമാക്കി തീർക്കാവുന്നതാണ് കുംഭരാശിപ്പെട്ട പൂരിട്ടാതി നക്ഷത്രക്കാർക്ക്. എന്നാൽ ഇതിൻ്റെ പകുതിയായിട്ടുള്ള മീനൻ രാശിപ്പെട്ട മീനക്കൂറുകാരായ പൂരിട്ടാതി നക്ഷത്രക്കാർ ഇപ്പോൾ വളരെയധികം സൂക്ഷിക്കണം. 2024 മെയ് തൊട്ട് 2025 മെയ് വരെ പൂരിട്ടാതി മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് 3-ൽ വ്യാഴവും 12-ൽ ശനിയും ജന്മത്തിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നതിൻ്റേതായ മാനസിക സംഘർഷങ്ങൾ, മുറവിളി കൂട്ടുക, ഓരോന്ന് അനിഷ്ടങ്ങൾ സംഭവിക്കുമെന്നുള്ള ആധിയും വ്യാധിയും ഭയവും ഉത്കണ്ഠയും ഒക്കെ ഇപ്പോൾ ഇവരെ പിന്തുടരുന്നുണ്ട്. അത് ഇവർക്ക് ശമിക്കുന്നതിനായിക്കൊണ്ട് 3-ലെ വ്യാഴത്തിൻ്റെ അനിഷ്ടമെല്ലാം മാറാനായി ഭഗവാന് അവൽ നിവേദ്യം, ശ്രീകൃഷ്ണസ്വാമിക്ക് അവൽ നിവേദ്യം സമർപ്പിക്കുക. അതുപോലെ എല്ലാ കാര്യങ്ങളിലും കുറവുകൾ സംഭവിക്കുക. നമുക്ക് വരേണ്ടതായ പല കാര്യങ്ങളും
കുറച്ച് തരിക. ഇപ്പോൾ ഉദാഹരണം, ജോലി ചെയ്ത് കഷ്ടപ്പെടുന്നവർക്കും വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കൊക്കെ അവർ ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫലം പൂർണ്ണമായി കിട്ടുന്നില്ല എന്നൊരു പരാതി പൂരുരുട്ടാതി നക്ഷത്രം മീനക്കൂറുകാർക്ക് ഇപ്പോൾ ഇതുണ്ട്. അത് പരിഹരിക്കപ്പെടുന്നതാണ്. അവർ വിഷമിക്കേണ്ട കാര്യമില്ല. 2025 മെയ് മാസം 14-ാം തീയതി മുതൽ ഇവർക്ക് വ്യാഴം അനുകൂലമായിട്ട് വരികയും 4-ാം ഭാവത്തിലേക്ക് വ്യാഴസ്ഥിതി വരുന്നത് കൊണ്ട് ഇവർക്കിപ്പോൾ ഉള്ള പ്രയാസങ്ങളെല്ലാം മാറി നല്ലൊരു മെച്ചമുണ്ടാകാനായിട്ടുള്ളൊരു കാലവർഷം ഇവർക്ക് അനുകൂലമാവുന്നുണ്ട്. പൂരുരുട്ടാതി മീനക്കൂറുകാർക്ക് നല്ലൊരു ശുഭഫലത്തെ പ്രദാനം ചെയ്യുന്നതിനായിക്കൊണ്ട് ഗുരുവായൂർ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, തിരുപ്പതി ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. അങ്ങനെ ആത്മീയപരമായിട്ടുള്ള പുരോഗതിയിലൂടെ ഇവരുടെ ഇപ്പോഴത്തെ ഈ സമയദോഷം മാറ്റാൻ സാധിക്കും. 3-ലെ വ്യാഴത്തിൻ്റെ ഫലങ്ങളൊക്കെ മാറി നല്ല ഗുണഫലങ്ങൾ സിദ്ധിക്കാനായിക്കൊണ്ട് ഇവർ മഹാവിഷ്ണുവിനെ ഭജിക്കുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഉത്തമമാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക്. ഉത്രട്ടാതി നക്ഷത്രം മീനക്കൂറിൽ സഞ്ചരിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരോട് കരുണ തോന്നുകയും വേദാന്ത ചിന്തയും ആത്മീയമായ പുരോഗതിയും ഭയഭക്തിയും ഉള്ളവരാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ. സ്വന്തം അനുഭവത്തിൽ നിന്നും ഉറച്ച തീരുമാനത്തിലെത്തുന്ന പ്രകൃതമാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റേത്. അധ്യാപക, കോളേജ് തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനഭ്രംശം, മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ആദ്യ പകുതി ഭാഗത്ത് അനുഭവിക്കേണ്ടതായി കാണുന്നു. 2024 മെയ് തൊട്ട് 2025 മെയ് വരെ ഉത്രട്ടാതി നക്ഷത്രത്തിന് 3-ലെ വ്യാഴവും 12-ലെ ഏഴരകണ്ട ശനിയും ജന്മത്തിലെ രാഹുവും നിൽക്കുന്ന കാലഘട്ടമാണ്. പാദ സംബന്ധമായിട്ട് കാലിന് ബാധിക്കുന്ന അസുഖങ്ങൾ, അസ്വസ്ഥതകൾ ഇതൊക്കെ ഇവരെ ബാധിക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠനത്തിൽ പുറകോട്ടാവുക, വിദ്യാഭ്യാസം വേണ്ടുന്ന പോലെ ആകാതിരിക്കുക, അതിൽ പരാജയങ്ങൾ ഉണ്ടാവുക, അതിനെയൊക്കെ അവർ വിഷമിക്കാതെ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നൊരു കാലവർഷമാണ് വരുന്നത്. ഉത്രട്ടാതി നക്ഷത്രം 2025 മെയ് മാസം 14-ാം തീയതി മുതൽ വ്യാഴത്തിൻ്റെ പകർച്ച ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ തരികയും ഇപ്പോൾ ഉള്ള വിഷമങ്ങളെയൊക്കെ പരിഹരിച്ച് വിവാഹാദി കാര്യങ്ങൾ നടക്കേണ്ടവർക്ക് നല്ല വിവാഹത്തെ കൊടുക്കുകയും അതുപോലെ തൊഴിൽപരമായിട്ട് നല്ല തൊഴിൽ മേഖലയിലെത്തുകയും ഇപ്പോൾ തൊഴിൽ നഷ്ടപ്പെട്ട് നിൽക്കുന്നവരും വിഷമിക്കേണ്ട, അവർക്ക് നല്ല തൊഴിൽ ലഭിക്കുകയും ആ തൊഴിലിൽ പുരോഗതി ഉണ്ടാകാനുമുള്ള സാധ്യത ഉത്രട്ടാതി നക്ഷത്രം മീനക്കൂറുകാർക്കുണ്ട്. ഇപ്പോഴത്തെ 2025 മെയ് വരെയുള്ള പോരായ്മകൾ പരിഹരിക്കാനായിക്കൊണ്ട് മഹാവിഷ്ണുവിനെ ഉപാസിക്കുക. അവരുടെ ദശാനാഥനായിട്ടുള്ള മഹാവിഷ്ണുവിനെ ഭഗവാന് അവൽ നിവേദ്യം സമർപ്പിക്കുക, ഉണ്ണിയപ്പ നിവേദ്യങ്ങൾ കഴിപ്പിക്കുക. അങ്ങനെ യഥാശക്തി വഴിപാടുകൾ കൊണ്ട് ഇവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതാണ്. ജന്മത്തിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് 100 പാലും വഴിപാടായി കഴിപ്പിക്കുന്നതും ഇവർക്ക് വളരെ വിശേഷമാണ്. 12-ലെ ഏഴരശനി മാറി 2025 മാർച്ച് 29-ാം തീയതി മുതൽ ജന്മശനിയേക്കുകയും ആ ജന്മശനിയിൽ വേണ്ടപ്പെട്ടവരുടെ വിയോഗങ്ങളൊക്കെ ഇവർക്ക് സംഭവിക്കാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഈ ഒരു വർഷക്കാലത്തെ ആദ്യ പകുതിയിലുണ്ടാവുന്ന പ്രയാസങ്ങളെ ഒന്ന് തരണം ചെയ്താൽ ഉത്രട്ടാതി നക്ഷത്രത്തിന് വളരെ മെച്ചപ്പെട്ടൊരു കാലം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈശ്വര ഭജനങ്ങളും യഥാശക്തിയുള്ള വഴിപാടുകളും സ്വന്തമായുള്ള ജപങ്ങളും പ്രാർത്ഥനകളും കൊണ്ട് ഉത്രട്ടാതി നക്ഷത്രം ഇപ്പോഴത്തെ ആ മാനസികാവസ്ഥയിൽ നിന്ന് കരകയറി വരാനുള്ള പരിശ്രമത്തിലാണ് നടക്കുന്നത്. അത് പൂർണ്ണമായും അവർക്ക് വിജയത്തിലേക്ക് കൈവരിക്കാൻ സാധിക്കുമെന്ന് ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അവർ തുടർച്ചയായിട്ടുള്ള ഈശ്വര ഭജനവും നാമജപത്തിലൂടെ ഉത്രട്ടാതി നക്ഷത്രം മീനക്കൂറുകാർക്ക് നല്ല അഭിവൃദ്ധി ഉണ്ടാവുന്നൊരു കാലഘട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. രേവതി നക്ഷത്രം മീനക്കൂറിൽ സഞ്ചരിക്കുന്ന നക്ഷത്രക്കാർക്ക് വിദ്യ കൊണ്ടും ബുദ്ധി കൊണ്ടും വാഗ്മിയായി ഭവിക്കുകയും സരളമായ സ്വഭാവവും ഇവരുടെ പ്രത്യേകതകളാണ്. ആലോചിച്ച് മാത്രം ചിന്തിച്ച് പ്രവർത്തിക്കുകയും എല്ലാ രംഗത്തും ശോഭിക്കാനുള്ളൊരു കഴിവും ഇവരുടെ ജന്മസിദ്ധമാണ്. കലാ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇപ്പോൾ അവരുടെ സമയം വളരെയധികം
മോശത്തിലാണ് കാണുന്നത്. 3-ലെ വ്യാഴം ആയതുകൊണ്ട് മുറവിളി കൂട്ടും. എന്നാൽ ആ വ്യാഴത്തിൻ്റെ പകർച്ച വരുന്നതോടുകൂടി 2025 മെയ് മാസം 14 മുതൽ ഇവർക്ക് വ്യാഴം അനുകൂല ഭാവത്തിൽ വരികയും എല്ലാ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നവർക്കും, അതായത് രേവതി നക്ഷത്രം വിദ്യാഭ്യാസ മേഖല, അതുപോലെ കലാസാഹിത്യ രംഗങ്ങൾ, അധ്യാപനം, മറ്റ് പല വകുപ്പിൽപ്പെട്ടവർക്കും ഗുണഫലങ്ങളെ തരാൻ കഴിവുള്ള നക്ഷത്രമാണ് രേവതി നക്ഷത്രം. ആ രേവതി നക്ഷത്രത്തിന് ഇപ്പം 3-ലെ വ്യാഴവും ജന്മത്തിൽ രാഹുവും 12-ൽ ഏഴരണ്ട ശനിയും സഞ്ചരിക്കുകയാണ്. ആ ഏഴരശനിയുടെ കാഠിന്യം 2025 മാർച്ച് 29 പകരുന്നത് ഇവർക്ക് വലിയൊരു സഹായകരമാവുകയും ചെയ്യും. ആ ശനിദോഷത്തെ ഇപ്പോൾ ഒന്ന് ശമിപ്പിക്കുന്നതിനായിക്കൊണ്ട് 12-ലെ ശനിയെക്കൊണ്ട് മനസ്സറിയാത്ത കാര്യങ്ങളിൽ ചെന്ന് പെടുക, ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുക എന്നീ പല ദണ്ഡങ്ങൾ മനസ്സിനുണ്ടാവുന്നൊരു കാലഘട്ടമാണിത്. വിഷമിക്കാതെ തളരാതെ അവർ ധൈര്യമായിട്ട് മുമ്പോട്ട് നീങ്ങാവുന്നതാണ്. രേവതി നക്ഷത്രക്കാർക്ക് പരിഹാരമായി അവർ യഥാശക്തി അവർക്ക് കഴിവനുസരിച്ച് ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനാദികളും ശനി പൂജകൾ കഴിപ്പിക്കുന്നതിലൂടെയും രേവതി നക്ഷത്രത്തിൻ്റെ സമയം മാറിക്കിട്ടും. മാത്രവുമല്ല, ജന്മരാഹു നിൽക്കുന്നതിനാൽ രാഹുവിനെ പ്രീതിപ്പെടുത്തുക, സർപ്പത്തിന് സർപ്പരൂപം സമർപ്പിക്കുക, അതുപോലെ പാലും പഴവും നിവേദ്യങ്ങൾ അർപ്പിക്കുക, സർപ്പക്കാവുകളിൽ പോയി വിളക്ക് തെളിക്കുക, വിവാഹാദി മംഗളകാര്യങ്ങൾക്ക് തടസ്സം വന്ന് നിൽക്കുന്നവർക്ക് വിവാഹം പെട്ടെന്ന് നടക്കാനും, അവർ ജോലി ആഗ്രഹിച്ച് ജോലിയിൽ പങ്കെടുത്തിട്ടുള്ളവർ, അതായത് ടെസ്റ്റുകളിലും PSC റാങ്ക് ഹോൾഡറൊക്കെ ആയിട്ട് നിൽക്കുന്നവർക്ക് ലിസ്റ്റിലുണ്ടായിട്ട് പോലും അവരുടെ പരിഗണിക്കപ്പെടാതെ കിടക്കുന്ന വിഷമങ്ങളൊക്കെ ഈ വ്യാഴത്തിൻ്റെ പകർച്ചയോടുകൂടി അവർക്കൊരു പ്രതീക്ഷയ്ക്കുള്ള കാലഘട്ടമാണ് വരാൻ പോകുന്നത്. രേവതി നക്ഷത്രത്തിന് 2025 മെയ് മാസം 14 ശേഷം വ്യാഴം അനുകൂല രാശിയിലേക്ക് വരികയും അവർക്ക് ഇപ്പോൾ അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ പരിഹരിച്ച് രേവതി നക്ഷത്രത്തിന് ഗുണകരമായ ഒരു കാലവർഷത്തെ പ്രദാനം ചെയ്യുന്നതാണ്. ഇപ്പോൾ ഉള്ള സമയദോഷത്തിന് പരിഹാരമായിട്ട് അവരുടെ ദശാനാഥനായ ബുധഭഗവാനെ നവഗ്രഹ ക്ഷേത്രത്തിൽ ബുധന് മന്ദാര പൂക്കൾ കൊണ്ട് അർച്ചനകൾ നടത്തുകയും പച്ചപ്പട്ട് സമർപ്പിക്കുന്നതും രേവതി നക്ഷത്രത്തിൻ്റെ കാഠിന്യങ്ങളെയൊക്കെ ശമിപ്പിച്ച് രേവതിക്ക് എല്ലാവിധ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടാകാനുള്ളൊരു വർഷത്തെ കാത്തിരിപ്പിലാണ് അവർ ധൈര്യമായിട്ട് മുമ്പോട്ട് നീങ്ങുക. അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി രേവതി നക്ഷത്രത്തിന് ഗുണഫലത്തെ പ്രദാനം ചെയ്യാൻ കഴിവുണ്ട്. ഈ വർഷഫലത്തിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ: ഒരാളുടെ ജാതക സംബന്ധമായിട്ടുള്ള ദശാകാലം, ആ ദശയിലെ ഗ്രഹങ്ങൾ നിൽക്കുന്ന പൊസിഷൻ, അതിൻ്റെ അഷ്ടവർഗങ്ങളും ഗ്രഹ ഗോചര വേദസ്ഥാനങ്ങളും ഒക്കെ കണക്കാക്കി പൂർണ്ണമായ ഫലങ്ങൾ അവർക്ക് അനുഭവയോഗ്യമാക്കി തീർക്കാൻ സാധിക്കൂ. അപ്പോൾ ഈ സംബന്ധമായിട്ടുള്ള കണ്ടിരിക്കുന്ന ദോഷഫലങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയാണ്, ഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈശ്വര ഭജനങ്ങൾ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കണ്ണിക്കൊള്ളാനുള്ള പിരിയത്ത് കൊണ്ട് മാറുകയും നല്ല ഫലങ്ങൾ നമുക്ക് കിട്ടാൻ വരേണ്ടതായിട്ടുള്ള നല്ല ഭാഗ്യാനുഭവങ്ങൾ, സന്തോഷങ്ങൾ, ഇതൊക്കെ പെട്ടെന്ന് തന്നെ അനുകൂലത്തിൽ വരാനും അത് നല്ലതുപോലെ കൊണ്ടുപോകുന്നതിനും വേണ്ടിയാണ് ഈ ഈശ്വരഭജനങ്ങളും വഴിപാടുകളും ഒക്കെ നമ്മൾ ചെയ്യാൻ പറയുന്നത്. അതല്ല, അവനവൻ്റെ സ്വയധർമ്മം അനുസരിച്ച് നമ്മുടെ മനസ്സിന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാവിൽ തട്ടി വരുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ സ്വീകരിച്ച് ചിന്തിച്ച് ചെയ്യുകയും സുഖം നമുക്കറിയാതെ കടന്നു പോകും. പക്ഷേ ദുഃഖം നമ്മൾ വളരെ വിഷമിച്ച് കഷ്ടപ്പെട്ടേ മാറത്തുള്ളൂ. ആ ദുഃഖാവസ്ഥയെ തരണം ചെയ്യണം. അതിന് നമ്മുടെ ഹൃദയമാകുന്ന, അതായത് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ഉത്തിഷ്ടം പരന്തപ, അതായത് ഹൃദയമാകുന്ന ദൗർബല്യത്തെ ഭഗവാനും ശ്രീകൃഷ്ണനും അർജുനന് പറഞ്ഞു കൊടുക്കുന്നതാണ്. നിൻ്റെ ഹൃദയമാകുന്ന ദൗർബല്യത്തെ, നമ്മുടെ ദൗർബല്യങ്ങളെയെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ സാധിച്ചാൽ നമുക്ക് ഈ ഗ്രഹപീഠങ്ങളൊക്കെ മാറാൻ സാധിക്കാവുന്നതേ ഉള്ളൂ. ഗ്രഹങ്ങൾ ഒരിക്കലും നക്ഷത്രങ്ങളും ദോഷങ്ങൾ ചെയ്യുന്നവരല്ല. അവർ അടയാളങ്ങൾ മാത്രമാണ്.
നമ്മുടെ ആ നക്ഷത്രം വെച്ച് അവർ ഇന്ന പൊസിഷനിൽ നിൽക്കുന്നു. ഈ കാലഘട്ടം നിങ്ങൾ ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ ഒരു നെയിം ബോർഡാണ് ഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ. ആ നിൽക്കുന്ന പൊസിഷൻ വെച്ച് അനുകൂലമാണോ അതോ വിപരീതമാണോ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് പ്രവർത്തിച്ച് വഴിപാടുകൾ ചെയ്യുമ്പം ഈ ഗ്രഹദോഷങ്ങളെല്ലാം മാറി എല്ലാവർക്കും സുഖം അനുഭവിക്കട്ടെ. അതാണല്ലോ നമ്മുടെ ആശയവും സനാതനധർമ്മവും. എല്ലാ മതത്തിൽപ്പെട്ടവർക്കും, അതായത് ഏത് ജാതിയിൽപ്പെട്ടവർക്കും ഈ ഗ്രഹങ്ങളും ഗ്രഹങ്ങളുടെ അനുകൂല ഫലങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പം ഏത് വർണ്ണത്തിലുള്ള ആൾക്കാരായാലും എല്ലാവർക്കും കൂടെ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന ഉദാത്തമായ ആശയത്തോട് നമ്മളെല്ലാവരും കൂടെ സമ്മേളിച്ച് ആ എല്ലാവരും ഒരുപോലെ ആശയത്തിൽ വന്നുകൊണ്ട് എല്ലാ സസ്യങ്ങൾക്കായാൽ പോലും, അതായത് പാരമ്പര്യം തന്നെ നമ്മളതാ, മലകളെ പൂജിക്കുന്ന പാരമ്പര്യം, സസ്യങ്ങളെ പൂജിക്കുന്ന പാരമ്പര്യം, ശിലകളെ പൂജിക്കുന്ന പാരമ്പര്യം, ഇതൊക്കെ ഉള്ളവരാണ് നമ്മൾ. കാരണം നമ്മളെല്ലാവരും ഈ അണ്ടകടാകത്തിൽ സാക്ഷാൽ പരമശിവൻ്റെ നിയോഗത്താൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവരാണ് ഗ്രഹങ്ങൾ. മനുഷ്യർ ചെയ്യുന്ന തെറ്റും ശരികളെയും കണ്ടുപിടിച്ച് വേണ്ടുന്ന സമയത്ത് അവർക്ക് സുഖത്തെയും ദുഃഖത്തെയും കൊടുക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളവരാണ് ഗ്രഹങ്ങളെന്ന് പറഞ്ഞത്. ആ ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുകയും അവർക്ക് വേണ്ടുന്നതായ ഈശ്വര ഭജനവും ചെയ്യുന്നതിലൂടെ എല്ലാവർക്കും സുഖം ഭവിക്കട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.